ആദരണീയ ഉദ്ഘാടകൻ ശ്രീ ബാലമുരളി, കോദായം എന്ന പേരിൽ തങ്ങളുടെ വർക്ക് ഓഫ് ആർട്ടുകൾ ഷോ ചെയ്യുന്ന സുഹൃത്തുക്കളായ അജയ് ശേഖർ, ശ്രീ അനിരുദ്ധ് രാമൻ, ഉദയകുമാർ അടക്കമുള്ള ചിത്രകാരന്മാർ, രേണുകുമാർ, അധ്യാപക സുഹൃത്തുക്കൾ, ഏവർക്കും അഭിവാദനങ്ങൾ. ഒരു ചിത്രകലാ പ്രദർശനത്തിന് നമ്മളൊരു പേര് നൽകുമ്പോൾ അത് ചില സൂചകം ആയി പ്രവർത്തിക്കുന്നു എന്ന് പറയാം. ചിത്രങ്ങൾ നമ്മൾക്ക് സ്വതന്ത്രമായി കാണാം, ഇഷ്ടം പോലെ സംവദിക്കുകയും അതിനേത് തരത്തിലുമുള്ള അർത്ഥാന്തരങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും കഴിയും. കാരണം ചിത്രകാരന്മാർ തൻ്റെ വര പൂർത്തീകരിച്ചാൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫ് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ നിന്ന് അത് വേർപെടുകയും ഒരു സ്വതന്ത്ര അസ്തിത്വമുള്ള വർക്ക് ഓഫ് ആർട്ടായി മാറുകയും ചെയ്യും. പിന്നീട് അത് കാഴ്ചക്കാർക്കും വായനക്കാർക്കും ഉള്ളതാണ് എന്ന് വരികിലും സവിശേഷമായ ഒരു പ്രദർശനം ഒരു ഗാലറിയിൽ നടക്കുമ്പോൾ അതിൻ്റെ വക്താക്കൾ ഒരു സിഗ്നിഫയർ എന്ന നിലയിൽ, ഒരു സൂചകം എന്ന നിലയിൽ അതിനൊരു പേര് കൊടുക്കുന്നു എന്നത് വളരെ പ്രധാനം ആണ്. ആ ശീർഷകം ചില സൂചനകളിലേക്കും ചില ചരിത്രാത്മകതകളിലേക്കും നമ്മെ നയിക്കുന്നുണ്ട്. ഒരു പക്ഷേ ആ വഴിയിൽ ആ ചിത്രം കണ്ടു നോക്കാൻ കഴിയുമോ എന്നുള്ള സ്നേഹനിർഭരമായ ഒരു ക്ഷണിക്കൽ കൂടിയാണ് ആ ശീർഷക സംജ്ഞ എന്നത്. ഇവിടെ അജയും അനിരുദ്ധും കൂടി തങ്ങളുടെ 100-ൽ പരം വരുന്ന ചിത്രങ്ങൾക്കും ഫോട്ടോഗ്രാഫിനും തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് കോദായം എന്നാണ്. കോദായം എന്നത് മലയാളത്തിൽ കോദായം എന്ന് എളുപ്പം വായിക്കുകയും KOTAYAM എന്ന് എഴുതുമ്പോൾ കോട്ടയം എന്ന് വായിക്കാൻ നമ്മൾ പ്രേരിതരാവുകയും ചെയ്യുന്നു. അത് ലിപിയുടെ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള റെവലേഷൻ കൂടിയാണത്. പക്ഷെ കേവലമായ ലിപിയുടെ ആർട്ടിലേക്കുള്ള കടക്കൽ മാത്രമല്ല, ചിത്രം ചരിത്രമാകുന്ന ഒരു സന്ദർഭം കൂടിയാണ്. സത്യത്തിൽ ഇവിടെ വിഷ്വലൈസ് ചെയ്തിരിക്കുന്ന ഓരോ വർക്ക് ഓഫ് ആർട്ടും ചരിത്രത്തിൻ്റെ ചില സന്നിഹിത സ്ഥാനങ്ങളാണ് എന്ന് പറയാം. ചരിത്രം ഒരു ചിത്രത്തിൽ അടയിരിക്കുന്നു എന്ന് നമുക്കറിയാം. ഏത് ചിത്രം വരച്ചാലും, ഏത് കവിത രചിച്ചാലും, ഏത് പാട്ട് പാടിയാലും അതിലൊക്കെ തന്നെ ചരിത്രം സന്നിഹിതമാണ്. ഫ്രെഡറിക് ജെയിംസിനെ പോലുള്ള ആൾക്കാർ പറയും, എല്ലാ വെളിപ്പെടലുകളും ചരിത്രത്തിനകത്താണ് നടക്കുക എന്ന്. അതുകൊണ്ട് ഏത് വർക്ക് ഓഫ് ആർട്ട് നോക്കിയാലും അതിൽ ചരിത്രം അടയിരിക്കുന്നു എന്ന് കാണാനാവും. പക്ഷെ ഈ അർത്ഥത്തിലല്ലാതെ, ഈ ഒരു സ്വാഭാവിക അർത്ഥത്തിലല്ലാതെ ചരിത്രത്തെ തന്നെ ഉപാദാനമാക്കിക്കൊണ്ട് ഒരു വർക്ക് ഓഫ് ആർട്ട് രചിക്കുക എന്നതിനെ മറ്റൊരു ഏർപ്പാടായി, മറ്റൊരു കലാവൃത്തിയായി കാണാൻ കഴിയുമോ എന്ന ചോദ്യമാണ് സത്യത്തിൽ ഈ കോദായത്തിലൂടെ മുമ്പോട്ട് വെക്കുന്നത് എന്ന് തോന്നുന്നു. സംജ്ഞകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സംസ്കാര സൂചകങ്ങളാണ്. അത് വ്യക്തിനാമങ്ങളായാലും വീട്ടുപേരുകളായാലും സ്ഥലനാമങ്ങളായാലും ഒക്കെ തന്നെ സംജ്ഞകൾ വെറും സംജ്ഞകൾ ആണോ? കേവലമായ കുറി മാത്രമാണോ, അതോ സംസ്കാരത്തിൻ്റെ കുറിയാണോ എന്നാണ് ചോദ്യം. നമുക്കടക്കം പേരുകൾ വരുന്നത് എങ്ങനെ? എന്തുകൊണ്ടാണ് ആലപ്പുഴ ജില്ലയിലെ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു പ്രത്യേക കാലത്ത് ജനിച്ച ആൾക്കാർക്ക്, അത് തന്നെ 1000-ൽ പരം യുവാക്കൾക്ക് ആനന്ദൻ എന്ന് പേര് വരുന്നത് എന്തുകൊണ്ട്? അത് വെറും ആകസ്മികതയാണോ, അതോ സംസ്കാരത്തിൻ്റെ ചില റെസിഡ്യൂ ആണോ എന്നുള്ള ആലോചന കൗതുകരമായിരിക്കും തോന്നുന്നു. എന്തുകൊണ്ടാണ് മധ്യകേരളത്തിലെ, പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടും ഓണാട്ടുകരയും അടങ്ങുന്ന ഇടങ്ങളിലെ ചെറുതും വലുതുമായ സ്ഥലനാമങ്ങളിൽ പള്ളി എന്ന് പറയുന്ന ശബ്ദം ആവർത്തിച്ചാവർത്തിച്ച് വരുന്നത് എന്തുകൊണ്ട്? അത് കേവലമായ ആകസ്മികതയാണോ, അതോ ചരിത്രാത്മകതയാണോ? ഞാൻ പള്ളിപ്പാടെന്ന് പറഞ്ഞ സ്ഥലത്ത് ജനിച്ചു വളർന്ന ആളാണ്. അവിടെയും വരികയാണ് പള്ളി, അപ്പർ കുട്ടനാട്ടിലെ പള്ളിപ്പാട്. ചുറ്റും നെൽവയലുകളാൽ ഉള്ള ഇടപ്പെട്ട ഒരു സ്ഥലമാണ് പള്ളിപ്പാട്. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് തെക്കോട്ട് പോയാൽ മുട്ടമായി, തൊട്ടപ്പുറത്തോട്ട് പോയാൽ ഏവൂരായി, വീണ്ടും പോയാൽ കണ്ടിയൂരായി. ഇതിനിടയിലെല്ലാം കാണുന്ന വീട്ടുപേരുകളിലൂടെ പണ്ട് ഞാനൊരു സഞ്ചാരം നടത്തിയപ്പോൾ
തേര എന്ന് പറയുന്ന ശബ്ദം ചേർന്ന് വരുന്ന എത്രയോ വീടുകളാണുള്ളത്. തേരകത്ത് പൊട്ടി പിളർന്നു കിടക്കുന്ന ഒരുപാട് വീടുകളുണ്ട്. തേരകത്ത് പുത്തൻ വീട് എന്ന നിലയിൽ പലതരം വീടുകൾ. തേരൻ പറമ്പിൽ, തേരൻ വേലിൽ, ഇങ്ങനെ തേര ശബ്ദം കടന്നു വരുന്നത് എന്തുകൊണ്ട്? അത് വെറും കാൽപ്പനികമായി കടന്നു വരുന്ന ഒറ്റപ്പേരാണോ, അതോ നേരത്തെ സൂചിപ്പിച്ച മട്ടിലുള്ള ഹിസ്റ്റോറിക്കലായ എന്തിൻ്റെയെങ്കിലും അവശിഷ്ട സൂചനയാണോ എന്നിങ്ങനെ ആലോചിച്ച് നോക്കാവുന്നതാണ്. അങ്ങനെ ആലോചിച്ചാൽ കോട്ടയം എന്നുള്ള സംജ്ഞ, കോട്ടയം എന്ന് പറയുന്ന പദനിഷ്പത്തി, അതിൻ്റെ എറ്റിമോളജി എവിടുന്ന് വരുന്നു എന്നുള്ളത് അന്വേഷിച്ച് നോക്കാവുന്നതാണ്. കാരണം വാക്കുകൾ വെറും വാക്കുകൾ അല്ല, വാക്കുകൾ ചരിത്രമടയിരിക്കുന്ന ഏതോ സംഗതിയാണ് എന്നറിയാം. അതുകൊണ്ടാണ് റെയ്മണ്ട് വില്യംസിനെ പോലെയുള്ള ഒരു പണ്ഡിതൻ കീവേഡ്സ് എന്നൊരു പുസ്തകം എഴുതുന്നത്. കീവേഡ്സ്, താക്കോൽ വാക്കുകൾ. വാക്കുകൾ താക്കോലുകളായി പ്രവർത്തിക്കും. ആ താക്കോല് കൊണ്ട് പൂട്ടു തുറന്നകത്തേക്ക് ചെന്നാൽ നിരവധിയായ അർത്ഥങ്ങളുടെ മാലികകൾ കാണാം, ചരിത്ര മുഹൂർത്തങ്ങൾ കാണാം, പിന്നിട്ട വാതിലുകൾ കാണാം. അങ്ങനെ അർത്ഥഗർഭ അറകളാണ് വാക്കുകൾ എന്ന് നമ്മൾ ബോധ്യപ്പെട്ടാൽ കൗതുകരമായൊരു അന്വേഷണമായിരിക്കും നമ്മൾ വാക്കിലൂടെയും സംജ്ഞയിലൂടെയും നടത്തുക. കൾച്ചർ എന്ന് പറയുന്ന വാക്കിനെക്കുറിച്ച് റെയ്മണ്ട് വില്യംസ് പറയുന്നുണ്ട്. ഏതാണ്ട് 100ഓളം വരുന്ന ഇംഗ്ലീഷ് പദങ്ങൾ എടുത്ത് ചർച്ച ചെയ്യുന്ന പുസ്തകമാണ് ഈ കീവേഡ്സ് എന്ന് പറയുന്ന പുസ്തകം. അതിൽ അദ്ദേഹം കൊടുക്കുന്ന പല വാക്കുകളിലും ഏറ്റവും കൂടുതൽ അർത്ഥങ്ങൾ പെരുകുന്ന വാക്കായി പ്രിഫേസിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത് കൾച്ചർ എന്നുള്ള വാക്കാണ്. കൾച്ചർ എന്നുള്ള വാക്കിലെ സഞ്ചരിച്ച് അതിൻ്റെ എറ്റിമോളജിലൂടെ സഞ്ചരിച്ച് അദ്ദേഹം പറയും, ഈ വാക്ക് ഉരുവം കൊള്ളുന്നത് കൾട്ടുര എന്ന വാക്കിൽ നിന്നാണ്. കൾട്ടുര എന്നുള്ള വാക്ക് വരുന്നത് മറ്റൊരു ഭാഷയിൽ നിന്നാണെങ്കിലും ഈ കൾട്ടുര വരുന്നത് എവിടെ നിന്ന്? വീണ്ടും അന്വേഷണമാണ്. അത് കൾട്ടിവേഷനിൽ നിന്നാണ് വരുന്നത്. അഗ്രികൾച്ചർ എന്നുള്ള വാക്കുമായി അദ്ദേഹം അതിനെ കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുകയാണ്. സത്യത്തിൽ സംസ്കാരം എന്നത് കൃഷിക്ക് ശേഷം സംഭവിക്കുന്ന കാര്യമാണ്. കൃഷിക്ക് മുമ്പുള്ള മനുഷ്യചരിത്രവും കൃഷിക്ക് ശേഷം വരുന്ന മനുഷ്യചരിത്രവും രണ്ടായിത്തീരുന്നു. നമ്മെ സംസ്കാരബദ്ധരാക്കി തീർക്കുന്നത് സത്യത്തിൽ ഈ കൃഷിയുടെ കാലം മുതലാണ് എന്ന് ഒരു വാക്കിനെ മുൻനിർത്തിയുള്ള ചർച്ചയിലൂടെ അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. മലയാളത്തിലോ അല്ലെങ്കിൽ സംസ്കൃതത്തിലോ സംസ്കാരം എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ്, സംസ്കരിച്ചെടുക്കുന്നത് എന്നാണ്. പ്രാകൃതത്തിൽ നിന്ന് വിഭിന്നമായത് എന്നർത്ഥത്തിലാണ്. പ്രകൃത്യാ ഉള്ളതിൽ നിന്ന് വിഭിന്നമായത്. നമ്മൾ പറയും നേച്ചർ വേഴ്സസ് കൾച്ചർ എന്ന് പറയും. ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെ വാക്കുകൾക്ക് പലതും നമ്മോട് സംവദിക്കാനുണ്ട് എന്നാണ്. അത് ഒരാളുടെ പേരായാലും വീട്ടുപേരായാലും സ്ഥലനാമങ്ങളായാലും ഇത്തരത്തിൽ ഒരു സഞ്ചാരം, ഒരു ചരിത്ര സഞ്ചാരം സാധ്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു. വീണ്ടും കോട്ടയത്തിലേക്ക് വരികയാണ്. കോട്ടയം എന്ന് നമ്മൾ വ്യവഹരിക്കുന്ന ഒരു സ്ഥലപ്പേരായും ഒരു ജില്ലയുടെ പേരായും ഒക്കെ നമ്മൾ വ്യവഹരിക്കുന്ന കോട്ടയത്തിൻ്റെ ഈ സ്ഥലനാമോൽപ്പത്തി എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെ സംബന്ധിച്ച് കോട്ടയത്തുകാരെങ്കിലും ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചില പ്രധാനപ്പെട്ട ചില പുസ്തകങ്ങളൊക്കെ ഉണ്ട് ഈ സ്ഥലനാമങ്ങളെക്കുറിച്ച് പറയുന്ന. VVK വാലത്തിൻ്റെ അടക്കമുള്ള ചില പുസ്തകങ്ങളുണ്ട്. HNC ഇറക്കിയ ചില പുസ്തകങ്ങളിലും ഈ സ്ഥലനാമ പൊരുളുകൾ അടയാളപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. തെക്കുംകൂറിനെ സംബന്ധിച്ചിട്ടുള്ള ചില പഠനങ്ങൾ, ഹിസ്റ്റോറിക്കൽ പഠനങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ ചില നാട്ടുചരിത്രകാരന്മാരും ഈ പറയുന്ന സ്ഥലത്തിൻ്റെ നിഷ്പത്തിയെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. അവിടെ എല്ലാം നോക്കിയാൽ കോട്ടയം എന്നുള്ള ശബ്ദം രൂപപ്പെട്ടു വന്നത് തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു നാട്ടുവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഫ്യൂഡൽ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു യോജനയുടെ സൽഫലമായിട്ടാണ് കോട്ടയത്തിൻ്റെ വരവ് എന്നാണ് ഇവർ പറയാൻ ശ്രമിക്കുന്നത്. അതായത് കോട്ടയ്ക്കകം ആണ് കോട്ടയം എന്ന് പറയാൻ ശ്രമിക്കുന്നു. തെക്കുംകൂറിൻ്റെ പടയെ ഉൾക്കൊള്ളാനാവുന്ന മട്ടിൽ അല്ലെങ്കിൽ തടയണ എന്ന നിലയിൽ സ്ഥാപിച്ച ഒരു കോട്ട ഉണ്ടായിരുന്നത്രേ. താഴത്തങ്ങാടി എന്ന് പറയുന്ന തൊട്ടപ്പുറത്ത് കാണുന്ന ഇടത്ത് കോട്ടയുടെ അവശിഷ്ടവും ഉണ്ട്. ഇങ്ങനെ നോക്കിയാൽ കോട്ടകൾ കേരളത്തിൽ ഉടനീളമുണ്ട് കേട്ടോ. കോട്ടമുറി എന്ന് പറയുന്ന സ്ഥലനാമമില്ലാത്ത ഇടങ്ങൾ പൊതുവെ കുറവാണ്. ഞാൻ താമസിക്കുന്ന നീണ്ടൂരിനടുത്ത് ഉണ്ട് ഒരു കോട്ടമുറി. കാരണം പഴയകാല ഈ കോട്ട മൊത്തത്തിൽ ഒരു പക്ഷേ ഈ ഫ്യൂഡൽ പാരമ്പര്യത്തിൻ്റെ അവശിഷ്ടമായി വരുന്നതാണ്. കാരണം പഴയ നാട്ടുപ്രഭുക്കന്മാർ, വലിയ രാജാക്കന്മാർ, ചേരമാൻ ചക്രവർത്തിമാർ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അതിർത്തി നിർണയനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, പഴയ അധികാര വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മെറ്റഫർ കൂടിയായി കോട്ട എന്ന സ്ഥലം മാറുകയാണ്. ഇവിടെയും ഈ തെക്കൻകൂറിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട്
തെക്കുംകൂർ കൊട്ടാരവുമായി ബന്ധപ്പെട്ട് അവരുടെ രാജഭരണാധികാരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സൂചകമാണ് കോട്ടയെന്നും ഫോർട്ട് എന്നും ആ ഫോർട്ടിൻ്റെ അകമാണ് കോട്ടക്കകം എന്നും അതാണ് കോട്ടയുമായി വന്നത് എന്നൊരു ഭാഷ്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പുസ്തകങ്ങളിലെല്ലാം കിടക്കുന്നത്. അതൊരു ഇൻ്റർപ്രിട്ടേഷൻ ആണ്. സത്യത്തിൽ ചരിത്രങ്ങളെല്ലാം ഇൻ്റർപ്രിട്ടേഷൻസ് ആണ്. അതുകൊണ്ട് ഏതാണ് പൂർണ്ണമായി ശരി, ഏത് തെറ്റ് എന്നൊക്കെയുള്ള ചോദ്യം ഒരു പുതിയ കാലത്ത് അത്ര ഭൂഷണമല്ല. ഓരോ വ്യാഖ്യാനവും ഓരോ തരം നേരുകളെ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ്. ആത്യന്തികമായ നേര്, ഫൈനലായിട്ടുള്ള ട്രൂത്ത്, എവർ ഡേറ്റഡ് ട്രൂത്ത് എന്നൊന്നില്ല. സത്യത്തിൽ എല്ലാ കാലത്തേക്കുമുള്ള സത്യം എന്നൊന്നില്ല. ഇൻ്റർപ്രിട്ടേഷനിലൂടെയാണ് സത്യം ഉണ്ടായിത്തീരുന്നത്. ഒരു കാര്യത്തെക്കുറിച്ച് പലതരം അഭിപ്രായം ഉണ്ടാകുന്നു. ഇതെല്ലാം തന്നെ ആ ട്രൂത്തിലേക്കുള്ള സഞ്ചാരമാണ് എന്ന് പറയാം. അങ്ങനെ നോക്കിയാൽ ഈ കോട്ടയ്ക്കകമാണ് കോട്ടയമായത് എന്നതിനെ ചരിത്രത്തിൻ്റെ നിർമ്മിതികളിൽ ഒന്നായി മാത്രം നമുക്ക് കാണാം, ഒരു പാഠമായി മാത്രം കാണാം. എന്നാൽ അനിരുദ്ധരാമനും അജയ് ശേഖറും കൂടി മറ്റൊരു പാഠമുണ്ടാക്കാനാണ് കോതായത്തിലൂടെ ശ്രമിക്കുന്നത്. അതൊരു പക്ഷേ നേരത്തെ കണ്ട കോട്ടയ്ക്കകം എന്നുള്ള പാഠരചനയുടെ ബദല് കൂടി ആണ്. അതിന് പാരലല്ല, അതിൻ്റെ ഒരു വിമർശം ആണ്, അതൊരു ക്രിട്ടീക്കാണ്. നിലനിൽക്കുന്ന ഇൻ്റർപ്രിട്ടേഷനോടുള്ള ഒരു ക്രിട്ടീക്കാണ്, ഒരു വിമർശം കൂടിയാണ് സത്യത്തിൽ കോതായം എന്നുള്ള ടൈറ്റിൽ. ഇവിടെ വരയ്ക്കപ്പെട്ട പെയിൻറ്റിങ്ങുകൾ, ചേർത്തിരിക്കുന്ന ഫോട്ടോഗ്രാഫുകൾ ഒക്കെ അതിൻ്റെ സൂക്ഷ്മ മുനകളായി മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ വീണ്ടും ചോദ്യം വരികയാണ്, എന്താണ് കോതായം എന്നുള്ള ചോദ്യം. കോതായം എന്നുള്ള വാക്ക് വരുന്നത് കോത എന്ന് പറയുന്ന വാക്കുമായി ബന്ധപ്പെട്ടാണ്. കോത എന്നത് പഴയ ഒരു ടൈറ്റിലാണെന്നറിയാം. നമ്മൾ കോതവർമ്മനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതേപോലെ ഗൗതമ ബുദ്ധനുമായി ബന്ധപ്പെട്ടുള്ള ഒരു പഴയ വാക്കാണ് കോത. കോതയാണ് കൗതയാകുന്നതും ഗൗത ആകുന്നതും എന്നൊരു അർത്ഥാന്തരവും ഉണ്ട്. ഈ ഒരു കണക്ഷനിലാണ് ഇവർ അജയ് ശേഖറും അനിരുദ്ധരാമനും പ്രത്യേകിച്ച് ബുദ്ധിസത്തിൻ്റെ വംശാവലിയിൽ ഉൾച്ചേരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെന്ന നിലയിലും അതിൻ്റെ ഐഡിയോളജിയുടെ പ്രചാരകർ എന്ന നിലയിലും ഒരു പക്ഷേ കോതയെ ഗൗത എന്നുള്ള ശബ്ദത്തിൻ്റെ തൽഭവമായി ഉപയോഗിക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അതാണ്. അതുകൊണ്ട് ഈ പറയുന്ന പെയിൻറ്റിങ്ങുകൾക്കെല്ലാം ഒരു ബുദ്ധിസ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. അങ്ങനെയാണ് സ്വതന്ത്രമായി ഓരോ പെയിൻറ്റിങ്ങും നിൽക്കുമ്പോൾ പോലും ഒരു ബുദ്ധിസ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ, ബുദ്ധിസ്റ്റ് സെമിയോളജി, ബുദ്ധിസ്റ്റ് ഐഡിയോളജി, ഒരു ബുദ്ധിസ്റ്റ് പ്രത്യയശാസ്ത്രം, ബുദ്ധിസ്റ്റ് ഏസ്തറ്റിക്സ്, നമ്മൾ ആ വാക്കാണ് വളരെ പ്രധാനം. ലളിതകലാ അക്കാദമി ഒരു ക്യാമ്പ് നടത്തുമ്പോൾ അല്ലെങ്കിൽ ഷോ നടത്തുമ്പോൾ ഏസ്തറ്റിക്സ് എന്നത് വളരെ പ്രധാനമാണ്. ഒരു ബുദ്ധിസ്റ്റ് ലാവണ്യ ശാസ്ത്രത്തിലൂടെ ഈ പറഞ്ഞ കാര്യങ്ങളെ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയാണ് കോതായത്തിലേക്ക് വരുന്നത്. കോതായത്തിന് മറ്റൊരു വ്യാഖ്യാനം കൂടിയുണ്ട് കേട്ടോ. കോതായം, കോത്താഴം എന്ന് പറയുന്ന നമ്മുടെ നാടൻ വാക്കിൻ്റെ മറ്റൊരു പര്യായ ഭേദം ആണ്, അല്ലെങ്കിൽ ഉച്ചാരണ ഭേദം ആണ്. കോത്താഴം നമ്മൾ ഇന്ന് പറയുമ്പോൾ, ഞാൻ കോത്താഴത്തെക്കുറിച്ച് ആർട്ടിക്കിൾ എഴുതിയ ആളാണ് പണ്ട്. കോത്താഴം എന്നത് നീ ഒരു കോത്താഴത്തുകാരനാണോ എന്ന് ചോദിക്കാറുണ്ട്. വിഡ്ഢികളുടെ ഒരു നാടായിട്ടാണ് പൊതുവെ കോത്താഴത്തെക്കുറിച്ച് പറയുക. എന്തെങ്കിലും വിഡ്ഢിത്തരം കാണിച്ചാൽ, അയുക്തിപരമായ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു സംഘത്തെയാണ് കോത്താഴത്തുകാർ എന്ന് വിളിക്കുക. പണ്ട് പി ടി ചാക്കോയെ കോത്താഴത്ത് യാജ്ഞവൽക്യൻ എന്ന് നിയമസഭയിൽ വെച്ച് വിളിച്ചത് ഓർമ്മിക്കുക എന്നത് കൗതുകരമായിരിക്കും. ചിറക്കടവ്, നമ്മൾ കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം ഭാഗത്ത് പോകുമ്പോൾ കാണുന്ന ചിറക്കടവ് എന്ന് പറയുന്ന സ്ഥലമായിരുന്നു കോത്താഴം എന്ന് ഏതാണ്ടൊക്കെ തീരുമാനമായിട്ടുണ്ട് നമ്മൾ. സത്യത്തിൽ കോത്താഴം എന്നത് ഒരു പ്രത്യേക സ്ഥലരാശി എന്നതിനപ്പുറത്ത് ഇത്തരം ചില കാര്യങ്ങളെ കുറിക്കാനുള്ള ഒരു പൊതുകുറിയാണ്. അതുകൊണ്ട് കുമ്മനോട് എന്നൊരു സ്ഥലമുണ്ട് എറണാകുളം ജില്ലയിൽ. കുമ്മനോട്ടുകാരെക്കുറിച്ച് ഇത്തരമാതിരി കഥകളുണ്ട്. വിഡ്ഢിത്തരം കാണിക്കുന്ന, പാവലിൻ്റെ വള്ളി പിടിച്ചിട്ട് ഓലയുടെ തുഞ്ചത്ത് കൊണ്ട് കെട്ടുന്നു നീണ്ടുവരാൻ വേണ്ടി, എന്നിട്ട് വിടുക. ഇങ്ങനെയൊക്കെയുള്ള ഫലിതങ്ങൾ കാണിക്കുന്ന ആൾക്കാരെ കോത്താഴത്തുകാർ എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ നോക്കിയാൽ കണ്ണൂരുമുണ്ട് കോത്താഴം, കോഴിക്കോട്ടും ഉണ്ട് കോത്താഴം, ലോകത്തിൻ്റെ എവിടെയും ഭാഗത്ത് കോത്താഴമുണ്ട്. ഇംഗ്ലണ്ടിൽ ഗോഡ്ഹാം എന്നൊരു സ്ഥലമുണ്ടായിരുന്നു. ഗോഡ്ഹാം, അത് നമ്മൾ ചേർത്ത് എഴുതിയാൽ ഗോധാം എന്ന് വായിക്കാം. ഈ ഗോധാം കഥകളാണ് ഒരുപക്ഷെ കോത്താഴം കഥകളായി മാറിയത് എന്ന് ഭാഷാന്തരം ചെയ്ത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെയുണ്ട് കഥകൾ. ഈ ഗോധാമിനെ കുറിച്ച് വളരെ രസകരമായൊരു കാര്യം കൂടിയുണ്ട്. ഗോധാം എന്നത് വിഡ്ഢികളുടെ നാടാണ്. പക്ഷേ
വെറും വിഡ്ഢികളാണോ ആ നാട്ടിലുള്ളവർ? അല്ല എന്ന് ചരിത്രം പറയും. അവിടെയാണ് മറ്റൊരു കഥ ജനിക്കുന്നത്. ഈ ഗോധാം എന്ന് പറയുന്ന പ്രദേശത്തു കൂടി അവിടുത്തെ രാജാവ് ഒരു സഞ്ചാരം നടത്താൻ തീരുമാനിക്കുന്നു. പഴയ കാലത്ത് ഈ ബ്രിട്ടീഷ് രാജാക്കന്മാർ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചാൽ പിന്നെ ആ പോകുന്ന ഇടമെല്ലാം രാജധാനിയിലേക്ക് കോപ്പുകൂട്ടും. പിന്നെ രാജാവിൻ്റെ ഇടമായി മാറും. അവർക്ക് വേണ്ടുന്ന പ്രക്രിയകളും കൃഷിയിടങ്ങളും ഒക്കെയായി തച്ചു തകർക്കുന്ന ഇടമായിട്ട് ഈ ഗ്രാമങ്ങൾ മാറിത്തീരും. അപ്പം ഇങ്ങനൊരു സംഭവം അവിടുത്തെ ഗോധാമിലൂടെ ഈ രാജവംശക്കാരും പട്ടാളക്കാരും ഒരു വലിയ യാത്ര നടത്താൻ പോകുന്നു എന്നറിഞ്ഞ ഗോധാം നിവാസികൾ വിഡ്ഢികളായി അഭിനയിക്കുകയായിരുന്നു അത്രേ. കാരണം ഈ രാജാവും സംഘവും വരുന്ന സമയത്തും അവരുടെ പ്രചാരകരും പ്രായോജകരും നേരത്തെ വരുന്ന സമയത്ത് ഇവരെല്ലാം വിഡ്ഢികളായി സ്വയം അഭിനയിച്ചതാണത്രേ. കാരണം വിഡ്ഢികളുടെ നാട്ടിലൂടെ സഞ്ചരിക്കുന്നത് രാജാവിന് കുഴപ്പമാണ്, ആ നാട് നമ്മുടേതാണെന്ന് പറഞ്ഞാൽ അത് മോശമാണ് എന്നതുകൊണ്ട് അവർ പിൻവാങ്ങി എന്നാണ് മറ്റൊരു കഥ. അങ്ങനെ നോക്കിയാൽ അധികാരത്തിനെതിരെയുള്ള ഫലിതത്തിൻ്റെ സമരമാണ് കോത്താഴം. ഇത് വളരെ പ്രധാനപ്പെട്ട ആശയമാണ്. ആ വിഡ്ഢിത്തം വെറും വിഡ്ഢിത്തമല്ല എന്നും അത് ചില പ്രതിയോഗങ്ങളാണെന്നും ചില പ്രതികരണങ്ങളാണെന്നും ചില സമരമുഖങ്ങളാണെന്നും വായിക്കാം. അപ്പോൾ കോത്താഴത്തുകാർ അത്ര മോശപ്പെട്ട കാര്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് അധികാരത്തോടുള്ള ബദൽ ആയും വായിക്കപ്പെടുന്നു. ഇതാണ് കോത്തായത്തിൻ്റെ രീതിശാസ്ത്രങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞത്, കോതായം എന്ന് പേര് കൊടുക്കുമ്പോൾ പലമാതിരി അർത്ഥങ്ങൾ, ഇവിടെ സൂചിപ്പിച്ച പലമാതിരി അർത്ഥങ്ങൾ, ഇനിയും വ്യാഖ്യാനിക്കാൻ കിടക്കുന്ന നിരവധി വ്യാഖ്യാനങ്ങൾ മുമ്പും പിമ്പുമായി നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷേ ഇതിൽ നിന്ന് ഒരു ഇൻ്റർപ്രട്ടേഷൻ, ഗൗതമ ബുദ്ധനുമായി ബന്ധപ്പെട്ട ഇൻ്റർപ്രട്ടേഷനാണ് ഇവർ ഇടം കൊടുത്തിരിക്കുന്നതെന്ന് കാണാം. അതെങ്ങനെ കാണാമെന്ന് ചോദിച്ചാൽ, അജയ് ചേർത്തിരിക്കുന്ന വരകൾ, അനിരുദ്ധരാമിൻ്റെ പിക്ചോഗ്രാഫിനകത്ത് അന്തർലീനമായിരിക്കുന്ന ബൗദ്ധ സൂചനകൾ, സ്തൂപങ്ങൾ പോലെയുള്ള രൂപങ്ങളുടെ ചില ചാക്രിക രൂപങ്ങൾ, അതിലെ ഇമേജറീസ്, ബുദ്ധിസ്റ്റ് ആർട്ട് ഫോം എന്ന് വിളിക്കപ്പെടാൻ കഴിയുന്ന പലതരം മെക്കാനിസങ്ങളുടെ, ആർട്ട് മെക്കാനിസങ്ങളുടെ സൂക്ഷ്മമായ അടിയാധാരങ്ങൾ, അതേപോലെ തന്നെ ബുദ്ധമതത്തിന് മറ്റൊരു തരത്തിലുള്ള ഒരു ചാർച്ച ഉണ്ടാകുന്നത് നമ്മുടെ നവോത്ഥാന കാലത്താണ്. അതിവിടെ നമ്മുടെ സെക്രട്ടറി സൂചിപ്പിക്കുകയും ചെയ്തു. അയ്യപ്പനുമായി ബന്ധപ്പെട്ട, സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഒരു ഉണർച്ച, പൊയ്കയിൽ കുമാരദേവനുമായി ബന്ധപ്പെട്ട മറ്റൊരു ഉണർച്ച, എന്തിന് നേരിട്ട് ബന്ധമല്ലെങ്കിലും ഈ അർത്ഥങ്ങളിൽ തിളഞ്ഞു വിളങ്ങിയ അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ചില പടയോട്ടങ്ങൾ, ചില തേരോട്ടങ്ങൾ, മൂലൂരിൻ്റെ ഒരു പിക്ചോഗ്രാഫ് അജയ് ചാർക്കോളിൽ വരച്ചു വെച്ചിട്ടുണ്ട്. അത് സത്യത്തിൽ മൂലൂർ എന്തുകൊണ്ട് ഇവിടെ എന്നുള്ളത് പലതരത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. മൂലൂരിനെ നമുക്ക് പരിചയമുണ്ട്. മൂലൂർ എങ്ങനെയാണ് കേരളത്തിൻ്റെ സാഹിത്യ ചരിത്രത്തിൽ ഇടപെട്ടത് എന്ന്. മൂലൂരിൻ്റെ ചിത്രം ഇവിടെ വരുന്നത് ഒരുപക്ഷെ സാഹിത്യ ചരിത്രത്തിൽ ഇടപെട്ട ഒരു കീഴാള സമ്പ്രദായം കൊണ്ട് മാത്രമല്ല. മൂലൂരാണ് ധമ്മപദം എന്ന് പറയുന്ന, ധർമ്മ എന്ന് നമ്മൾ സംസ്കൃതത്തിൽ പറയും, പാലിയിൽ ധമ്മപദം എന്നാണ് പറയുക. ഈ ടെക്സ്റ്റ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് അദ്ദേഹമാണ്. അങ്ങനെ തർജ്ജമ ചെയ്യാൻ പ്രേരിപ്പിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. അതിൻ്റെ 100-ാം വർഷമാണ് ഈ വർഷം. ഇങ്ങനെ ചരിത്രത്തിലേക്കുള്ള പല സഞ്ചാരങ്ങളാണ് ഇവിടെ നടക്കുന്നത്. കുറച്ച് ഫോട്ടോഗ്രാഫും കുറച്ചുപേരെ കാണാനുള്ളൂ എങ്കിലും സത്യത്തിൽ കേരളത്തിൻ്റെ ഗതിവിധികളിലേക്കുള്ള പലതരത്തിലുള്ള നോട്ടങ്ങളാണ് ഈ വക വർക്ക് ഓഫ് ആർട്ടുകളെല്ലാം. കേരളത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, നമ്മളെപ്പോഴും ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ ഇഷ്ടമുള്ളിടത്ത് വെച്ച് ചരിത്രം അവസാനിപ്പിക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണല്ലോ ബാബറി മസ്ജിദ് എന്നുള്ള ഇഷ്യൂ നമ്മൾ ടേക്കപ്പ് ചെയ്തത്. ബാബറി മസ്ജിദ് നമ്മൾ പൊളിക്കാൻ കാരണമായി അതിൻ്റെ വക്താക്കൾ, വലതുപക്ഷ ശക്തികൾ പറഞ്ഞത് അതിനടിയിൽ രാമവിഗ്രഹം ഉണ്ട് എന്നാണ്. അതിൽ പഴയ രാമക്ഷേത്രത്തിൻ്റെ ചില അടയാള വിശേഷങ്ങളുണ്ട് എന്നാണ്. അതിന് ചില ഖനന പണ്ഡിതരുടെ സഹായവും ലഭിച്ചു. ചിലപ്പോൾ അത് ശരിയായിരിക്കാം, അതിനു മുമ്പ് രാമക്ഷേത്രത്തിൻ്റെ അവശിഷ്ടം ഉണ്ടായിരിക്കാം. പക്ഷെ കുഴിക്കൽ നിർത്തിയത് എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. വീണ്ടും കഴിച്ചാൽ ഒരു ബുദ്ധൻ്റെ പ്രതിമയും കിട്ടിയേക്കാം. പക്ഷെ നമ്മൾ ചിലയിടത്ത് വെച്ച് കുഴിക്കൽ അവസാനിപ്പിക്കും. ഇതാണ് ഡിഗ്ഗിങ് എന്ന് പറയുന്നത്. എപ്പോൾ തുടങ്ങുന്നു എപ്പോൾ അവസാനിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ആശയമാണ്. അങ്ങനെയാണ്. വീണ്ടും ബുദ്ധനെ കൊണ്ടും അവശേഷിപ്പിക്കേണ്ട കാര്യമില്ല. വീണ്ടും തുറന്നാൽ ചിലപ്പോൾ ആദിവാസികളുടെ ചില ഉപകരണങ്ങളോ മറ്റു രൂപങ്ങളോ ഡൈറ്റി രൂപങ്ങളോ ലഭിച്ചേക്കാം. വീണ്ടും കുഴിച്ചാൽ വലിയ ഇരുട്ട് മാത്രമായിരിക്കും ലഭ്യമാവുക. ചരിത്രം അങ്ങനെയാണ് സഞ്ചരിക്കുന്നത്. നമ്മൾ ഇഷ്ടമുള്ളിടത്ത് ചില കാര്യങ്ങൾ നിർത്താൻ
ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു കപടനാട്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ ഈ അർത്ഥങ്ങളിൽ കൂടി ഒരു പ്രതികരണ സംബുദ്ധി ഇവരുടെ പെയിൻറ്റിങ്ങിൽ കാണിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. കേരളത്തിൻ്റെ ബുദ്ധമതത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട്, കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവർ തിരിച്ചു ചോദിക്കുന്നത് കേരളത്തിൽ ബൗദ്ധരുണ്ടായിരുന്നോ എന്നുള്ള ചോദ്യമാണ്. കാരണം അവരുടെ പാഠപുസ്തകങ്ങളിൽ കേരളത്തിൽ ബുദ്ധമതം ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എന്താണ് ബുദ്ധമതത്തിൻ്റെ അവശിഷ്ടം എന്നുള്ള ചോദ്യം പ്രധാനപ്പെട്ട സാംസ്കാരികമായ ചോദ്യമാണ്. നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് ബുദ്ധമതത്തിൻ്റെ അവശിഷ്ടങ്ങൾ പല രീതിയിലാണ് നമ്മുടെ സംസ്കാരത്തിനകത്ത് പ്രവർത്തിക്കുന്നത്. അതിലെ പ്രധാനപ്പെട്ട ഒരു അവശിഷ്ടമാണ് ഈ കൾച്ചറൽ ആർട്ടിഫാക്റ്റ് എന്ന് വിളിക്കുന്നത്. തൊടാൻ കഴിയുന്ന ടാഞ്ചിബിളായ ഒബ്ജക്റ്റുകൾ, സ്പർശിക്കാൻ കഴിയുന്ന ഒബ്ജക്റ്റുകളാണ് ചരിത്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉപാദാനം. വേണമെങ്കിൽ നമുക്ക് അതിനെ ആർക്കിയോളജിക്കൽ എവിഡൻസ് എന്ന് വിളിക്കാം. ആർക്കിയോളജിക്കൽ എവിഡൻസ് കുഴിച്ചെടുക്കുമ്പോൾ, ഖനനം ചെയ്യുമ്പോൾ കിട്ടുന്ന വസ്തുവകകളാണ് ബുദ്ധമതത്തിൻ്റെ തിരുശേഷിപ്പ് പറയാൻ കഴിയുന്ന ഒരു തരം ഉപാദാനങ്ങൾ. കേരളത്തിൽ നിന്ന് എത്രയോ ബുദ്ധപ്രതിമകൾ കണ്ടെടുത്തിരിക്കുന്നു, ഇപ്പോഴും കണ്ടെടുത്തുകൊണ്ടിരിക്കുന്നു. അതിൽ തന്നെ ആലപ്പുഴ ജില്ല എന്ന് പറയുന്ന സ്ഥലത്ത്, ആലപ്പുഴ എന്ന് ഞാൻ പറയുന്നത് പുതിയ റവന്യൂ യുക്തിയിലല്ല, മറിച്ച് അതിന് മുമ്പുള്ള ഒരു സാംസ്കാരിക ഇടം എന്ന നിലയിലാണ്, വിശാലമായ ആലപ്പുഴ എന്ന നിലയിലാണ്. ആലപ്പുഴയിൽ നിന്ന് 9ഓളം ബുദ്ധപ്രതിമകൾ കണ്ടെടുത്തിരിക്കുന്നു. 9ഓളം ബുദ്ധപ്രതിമകൾ. ഇപ്പോൾ കരിമാടിക്കുട്ടൻ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കരിമാടിക്കുട്ടൻ്റെ ഒരു ചെറിയ ഒരു പിക്ചോഗ്രാഫ്, ഒരു 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 വലിയ പെയിൻറ്റിങ്ങിനകത്ത് കരിമാടിക്കുട്ടൻ ഒളിച്ചിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാം. അനിരുദ്ധിൻ്റെ ആണോ അജയുടെ ആണോ ശ്രദ്ധിച്ചില്ല, ആ പെയിൻറ്റിങ്ങിൽ കാണാം. അതൊരു സൂചനയാണ്, ബുദ്ധമതത്തിൻ്റെ അവശേഷത്തിലേക്കുള്ളൊരു സൂചനയാണ്. കരിമാടിക്കുട്ടൻ കരിമാടി എന്ന് പറയുന്ന സ്ഥലത്ത്, വയലേലകളാൽ ചുറ്റപ്പെട്ട സ്ഥലത്ത് 1950-54 കാലഘട്ടത്തിൽ മാത്രം കണ്ടുകിട്ടിയൊരു പ്രതിമയാണ്. അന്നത്തെ തിരുവിതാംകൂർ ഗവർണറാണ് അത്, ഒരു എഞ്ചിനീയറാണ് അത് അവിടുത്തെ കരിമാടി തോട്ടിൽ നിന്ന് കണ്ടെടുത്ത് ആ വയലിൻ്റെ അരികിൽ സ്ഥാപിച്ചത്. പിന്നീട് കേരള സർക്കാർ അത് സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. 56-ൽ ദലൈലാമ വന്ന് ഇത് കരിമാടിക്കുട്ടൻ പ്രതിമ തന്നെ എന്ന് ഉറപ്പിക്കുകയും ചെയ്തു. ഞാൻ ബുദ്ധമതത്തെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന കാലത്ത് 1996 ആ കാലത്ത് ആരോരും ശ്രദ്ധിക്കാതെ കടന്നിരുന്ന കാടും പടലും ഒക്കെ പിടിച്ചു കിടന്നിരുന്ന സ്ഥലമായിരുന്നു. അന്ന് ഞാനത് കാണാൻ പോകുമ്പോൾ അരികിലുള്ള ചില ആൾക്കാരെ വിളിച്ചിട്ട് ഇതൊക്കെ വറമാറ്റിയൊക്കെയാണ് കണ്ടത്. പക്ഷെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്ന വലിയ ഒരു ജനനിബിഡമായ സ്ഥലമായി മാറി എന്നതിൽ വലിയ സന്തോഷം കൂടിയുണ്ട്. ഒരു വശമില്ല, അതിൻ്റെ ഒരു കൈ നഷ്ടപ്പെട്ട രീതിയിലാണ്. അതിപ്പോൾ ഒരു പഗോഡ പോലെ സ്ഥാപിച്ചിട്ട് അതിൽ വച്ചിട്ടുമുണ്ട്. കൈ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് നിരവധി കഥകളൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ പുസ്തകത്തിലുള്ളതുകൊണ്ട് ഞാനതിൽ കടക്കുന്നില്ല. ആന കുത്തി ഒടിച്ചതാണെന്നൊരു കൂട്ടർ, അതുപോലെ ഉരുളിയും മോഷിച്ചുകൊണ്ട് ആറ്റിൽ ചാടിയതാണെന്നൊരു കൂട്ടർ, ഒരു പട്ടരായിരുന്നു എന്ന് മറുകൂട്ടർ, വലിയ പപ്പടം തീർന്നു ചെറിയ പപ്പടം കിട്ടിയില്ല എന്നും മനംനൊന്ത് ഒരു പട്ടര ആറ്റിൽ ചാടിയ പ്രതിമയാണെന്ന് മറ്റൊരു കൂട്ടർ. ബ്രാഹ്മണർ കൊണ്ടിരുന്ന കഥകളാണ്. എന്തായിരുന്നാലും ഈ കഥകൾക്കകത്ത് പ്രത്യയശാസ്ത്രങ്ങൾ നിഴലിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ കരിമാടിക്കുട്ടനോട് ആ ജനതയ്ക്കുള്ളൊരു ഇൻറ്റിമസി വളരെ പ്രധാനമാണ്. ഞാനന്ന് ശേഖരിച്ച കഥയിലൊന്ന് അവിടുത്തെ കീഴാളർ പറയുന്ന കഥയാണ്. കൊയ്യാൻ വരുന്ന ആ സമയത്ത് പാടത്ത് കൊയ്ത്ത് നടക്കുകയാണ്. കൊയ്യാൻ വരുന്നവർ ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഞങ്ങൾ കരിമാടിക്കുട്ടൻ്റെ കെട്ടിനകത്താണ് കിടപ്പ്, ഞങ്ങൾക്കൂടെ അവകാശപ്പെട്ടാണ് സ്ഥലം എന്നൊരു തോന്നലുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, അപ്പുറത്തൊരു അമ്പലമുണ്ടല്ലോ, അവിടെ കയറാൻ പറ്റില്ല, കാരണം അവിടെ നോക്കാൻ വേറെ ആൾക്കാരുണ്ട്, നമ്പൂതിരിമാർ പൂജ ചെയ്യുന്ന സ്ഥലമാണ്. ഇവിടെ കരിമാടി കെട്ടിനകത്ത് കിടക്കാർ കുട്ടനെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് കുട്ടനെ ഇഷ്ടം എന്നല്ല അവർ പറഞ്ഞത്, കുട്ടനെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതുവഴി കരിമാടി തോട് വഴി ഈ കച്ചവടക്കാർ, മുട്ടക്കച്ചവടക്കാരൊക്കെ പോകുന്ന സമയത്ത് കച്ചവടം ധന്യമാകാൻ വേണ്ടി ഇവരിങ്ങനെ നാണയങ്ങൾ എറിയുമായിരുന്നു കുട്ടൻ്റെ കെട്ടിനകത്ത്. ഇവർ പറയുന്നത്, ഈ നാണയം നമുക്കെടുക്കാം, കുട്ടൻ പരിഭവിക്കില്ല എന്നാണ്. എന്നിട്ട് ഞങ്ങൾ കിട്ടുമ്പോൾ കൊടുത്താൽ മതി. ഇങ്ങനെയാണ് ഒരു ജനത കരിമാടിക്കുട്ടനോട് മനോഭാവം വെച്ച് പുലർത്തിയിരുന്നത് എന്നത് എങ്ങനെയാണ് ബുദ്ധമതം കേരളത്തിൽ പ്രവർത്തിച്ചിരുന്നത്? ഇവിടെയാണ് മൈത്രി എന്ന് പറയുന്ന ആശയം വരുന്നത്. മൈത്രി അതിൻ്റെ ഒരു അവശിഷ്ടമാണത്. വാസനകൾ എന്ന് പറയുന്നത് ചരിത്രപരമാണ്. നമ്മൾ റൊളാങ് ബാർത്ത് പറയും ടേസ്റ്റ് എന്നത് ചരിത്രപരമാണെന്ന് പറയും. നമുക്ക് തോന്നും വൈയക്തികമാണെന്ന് തോന്നും ടേസ്റ്റ് എന്നത്. അല്ല, കൾച്ചറൽ ആണ്, അത് ഹിസ്റ്റോറിക്കലാണ്. എന്തുകൊണ്ട് കീഴാള ജനതയ്ക്ക്, കൊയ്യാൻ പോകുന്ന ജനതയ്ക്ക്, അവിടുത്തെ പുലയ സമുദായക്കാരായ മനുഷ്യന്മാർക്ക് ഇത് ഞങ്ങളുടേതാണെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ആരോരും ഇല്ലാതെ കിടക്കുന്നൊരു പ്രതിമ, ആ പ്രതിമ നമ്മുടേതാണ്, അത് ഞങ്ങളുടെ ഡയറ്റിയാണ്. അതുകൊണ്ട് കരിമാടി തോട്ടിൽ കരിമാടി പാടത്ത് കൊയ്യാൻ പോകുമ്പോൾ എലി നെല്ല് വെട്ടാതിരിക്കാൻ വേണ്ടി കരിമാടിക്കൂട്ടിന് കറ്റ നേരും, ഒരു നേർച്ചയാണ്.
അപ്പുറത്ത് വലിയ മന്ത്രവാദങ്ങൾ നടക്കുമ്പോൾ ഇപ്പുറത്ത് കറ്റ നേരുകയാണ്. ഇതെന്താണ് കാണിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് ലോക്കൽ ഹിസ്റ്ററി എന്നത്. കരുമാടിക്കുട്ടന് കറ്റ നേരും. വീട്ടിൽ നിന്ന് എന്തെങ്കിലും സാധനം കാണാതെ പോയാൽ മുറുക്കാൻ ചതച്ച് കൊടുക്കും, ഉണക്കമീൻ കൊണ്ട് കൊടുക്കും, കള്ളു കൊണ്ട് കൊടുക്കും കരുമാടിക്കുട്ടന്. എങ്ങനെയാണ് നമ്മൾ പറയുന്ന ദൈവികത, ഡിവിനിറ്റി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പ്രസരിച്ചിരുന്ന രീതിയുടെ വലിയൊരു അടയാളമാണിത്. കുറച്ചുകൂടെ തെക്കോട്ട് പോയാൽ നമ്മൾ പള്ളിക്കൽ പുത്തരച്ചനെ കാണും. പുത്തരച്ചൻ എന്നാണ് വിളിക്കുന്നത് തന്നെ, പുത്തരച്ചൻ ആണ്. ബുദ്ധപ്രതിമയാണ്, പുത്തൻ ബുദ്ധനാണ് എന്നറിയാം. മറ്റൊരു ഗംഭീരമായ ബുദ്ധപ്രതിമയാണ് പള്ളിക്കൽ പുത്തരച്ചൻ. ഓണാട്ടുകരയാണ്. പുത്തരച്ചനുമായി ബന്ധപ്പെട്ട് നിരവധിയായ കഥകൾ ഇതുപോലെയുണ്ട്, അത് പറഞ്ഞാൽ തീരില്ല. കുറച്ചുകൂടി നമ്മൾ സഞ്ചരിച്ചാൽ ആ മാവേലിക്കരയിലെത്തും. തിരിച്ച് സഞ്ചരിച്ചാൽ മാവേലിക്കര, അവിടെ ബുദ്ധ ജംഗ്ഷൻ തന്നെയുണ്ട്. ബുദ്ധ അത് മാവേലിക്കര റെസ്റ്റ് ഹൗസിൻ്റെ പുറകിലുള്ള ഒരു അച്ചൻകോലാറിൻ്റെ തീരത്ത് നിന്ന് കണ്ടെടുത്ത പ്രതിമയാണ്. അടൂർ പള്ളിക്കലേക്ക് പോയാൽ അവിടെയിൽ നിന്നും ലഭിച്ചിരുന്നൊരു ബുദ്ധപ്രതിമ, അതിപ്പോൾ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്. നേരെ തിരിച്ച് പടിഞ്ഞാറേക്ക് പോയാൽ നമ്മൾ കായംകുളത്തെത്തും. കായംകുളത്ത് കൃഷ്ണപുരം കൊട്ടാരത്തിൽ ഒരു ബുദ്ധപ്രതിമ ഇരിപ്പുണ്ട്. വീണ്ടും തെക്കോട്ട് പോയാൽ കരുനാഗപ്പള്ളിയിലേക്ക് പോകുന്ന വഴി കുറച്ചുകൂടി കിഴക്കോട്ട് പോയാൽ, തെക്കോട്ട് പോയി കിഴക്കോട്ട് കയറിയാൽ മരുതൂർ കുളങ്ങരയിലെത്തും. അവിടെ നിന്ന് ഒരു വലിയ ബുദ്ധപ്രതിമ ലഭിച്ചിരുന്നു. ഞാൻ പറഞ്ഞൊരു കൊച്ചിടത്തു തന്നെ, നമ്മൾ പറഞ്ഞ ഒരു ചെറിയ സർക്കിളിനകത്തു നിന്ന് തന്നെ കിട്ടിയ പ്രതിമകളുടെ കണക്കാണ് ഈ പറഞ്ഞത്. ഇതിൽ തന്നെ നമുക്ക് പൂർണ്ണകായ രീതിയിൽ കിട്ടിയവയാണ്. കൈ പോയെങ്കിലും ചിലതിന് തല പോയെങ്കിലും ബുദ്ധപ്രതിമ എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ഐക്കണോഗ്രഫിക്കലായിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രതിമകളാണിവ. AD 7-8 നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട പ്രതിമയാണിത് എന്ന് ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. ചില ചരിത്രകാരന്മാർ 6-ാം നൂറ്റാണ്ടെന്ന് പറയും, ചില 9 എന്ന് പറയുന്നു. കൂടുതൽ പേരും ഈ ഐക്കണോഗ്രഫി വിഗ്രഹശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി, അതിൻ്റെ ലക്ഷണശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി അവർ പറയാൻ ശ്രമിക്കുന്നത് ഇത് 7-ലോ 8-ലോ നിർമ്മിക്കപ്പെട്ട പ്രതിമയാണ് എന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതിമകൾ എവിടെ നിന്ന് വരുന്നു എന്നൊരു ചോദ്യമുണ്ട്. ഈ പ്രതിമകൾ ആദ്യകാലത്ത് ധരിച്ചിരുന്നത് വടക്കു നിന്ന് വന്ന ബൗദ്ധർ കൊണ്ടുവന്നു എന്നാണ്. നമ്മളെപ്പോഴും കേരളത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ വടക്കു നിന്ന് ആൾക്കാർ വന്നു എന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഞാനും അജയും കൂടെ നടത്തിയ 1-2 അന്വേഷണങ്ങളുണ്ട്. ഞങ്ങൾ മാതൃഭൂമിയിൽ ഒരിക്കലും ഒരു ലേഖനം എഴുതിയിരുന്നു. ബുദ്ധപ്രതിമകളെ ഭയക്കുന്നത് ആര് എന്നായിരുന്നു അവർ കൊടുത്തിരുന്ന തലക്കെട്ട് കവർ സ്റ്റോറിയിൽ. അത് ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിലെ ബുദ്ധപ്രതിമകളുടെ ഐക്കണോഗ്രഫി പരിശോധിച്ചാൽ, കാരണം ഇവിടെ നമ്മുടെ ലാവണ്യശാസ്ത്രമാണ് ചർച്ച എന്നതുകൊണ്ട് ഐക്കണോഗ്രഫി പരിശോധിച്ചാൽ അത് വടക്കു നിന്ന് വന്നതല്ല, തെക്കു നിന്ന് വന്നതാണ്. ശ്രീലങ്കയിൽ നിന്ന് വന്നതാണവ. കാരണം ശ്രീലങ്കയിലെ അനുരാധപുരം കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന, അനുരാധപുരം സ്റ്റൈൽ എന്ന് ശില്പശാസ്ത്രപരമായി പറയാൻ കഴിയുന്ന പ്രതിമയുടെ രൂപലാവണ്യമാണുള്ളത്. കാരണം റൗണ്ടഡ് ആയിട്ടുള്ള ഫേസ്, ഉഷ്ണീഷം, തലപ്പാവ്, ഒന്നിന്മേലൊന്നായി വെച്ച ഹസ്തമുദ്ര, റൗണ്ടഡ് ആയിട്ടുള്ള കൈകൾ, ഒരു ചെറിയ ഒരു പുഞ്ചിരി, ഇതെല്ലാം അടങ്ങുന്ന ഒരു പ്രത്യേക ഹൈറ്റുള്ള ഒരു പ്രതിമയുടെ രീതി. ഈ പ്രതിമയല്ല ഒരിക്കലും നിങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ തകർക്കപ്പെട്ട പ്രതിമ. അവിടെ ബുദ്ധപ്രതിമയുടെ രീതി മറ്റൊന്നാണ്. ഓരോ സ്ഥലത്തും ഓരോ തരത്തിലാണ് ബുദ്ധമതം പ്രവർത്തനക്ഷമമായത്, എനേബിൾഡ് ആയത്. പക്ഷെ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന, കേരളത്തിൽ നിലകൊള്ളുന്ന ബുദ്ധപ്രതിമകൾ നോക്കിയാൽ അത് ഈഴത്തു നാട്ടിൽ നിന്ന് വന്നതാണ് എന്ന് കാണാം. ഇത് വളരെ പ്രധാനപ്പെട്ട ആശയമാണ്. ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിൻ്റെ ബൗദ്ധ സംസ്കൃതിയെക്കുറിച്ച് പറയുമ്പോൾ അതിൽ കൊടുക്കാൻ കഴിയുന്ന ഒരു സോഴ്സ് ഇതാണ്. രണ്ടാമത്തെ സോഴ്സ് എന്നത് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റുകളാണ്. അത് തൊട്ട് കാണിക്കാൻ പറ്റില്ല, അനുഭവിച്ചറിയാൻ കഴിയുന്ന സ്ഥിതിവിശേഷങ്ങളാണ്, അനുഭവവിശേഷങ്ങളാണ് എന്ന് പറയാം. ഈ കെട്ടുകാഴ്ച പോലെ, കെട്ടുകാഴ്ച, വലിയ ഇടുപ്പുകളുണ്ടാക്കി, രൂപങ്ങളുണ്ടാക്കി ക്ഷേത്രത്തിലേക്ക് വലിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞ റിച്വൽ ഉണ്ടല്ലോ. ആ റിച്വൽ ഇന്ന് ഹിന്ദുമതത്തിലേക്ക് ലയിച്ചു വന്നിട്ടുണ്ടെങ്കിലും സത്യത്തിൽ അത് ബുദ്ധിസ്റ്റ് രഥോത്സവങ്ങളുടെ ഓർമ്മക്കുറിയാണ് എന്ന് ഫാഹിയാനടക്കം സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ചെട്ടുകുളങ്ങര ക്ഷേത്രത്തിൽ, അദ്ദേഹമൊക്കെ അവിടെ നിന്നുള്ള ആളാണ്, അവിടേക്ക് കൊണ്ടുവരുന്ന തേരും കുതിരയും വലിയ ഇടുപ്പുകൾ വലിച്ചുണ്ടാക്കിയിട്ട്, അല്ലേ, വലിയ സ്ട്രക്ചറുകളും വലിയ സ്തൂപ രീതിയിലാണ്. ഈ സ്തൂപം എന്നൊക്കെയുള്ളത് അർത്ഥത്തിൽ പഠിക്കപ്പെടേണ്ടതാണ് കേട്ടോ. ഈ സ്തൂപ കൾച്ചർ എങ്ങനെയാണ് ബുദ്ധിസ്റ്റ് കലയുമായി, ലാവണ്യ കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കാവുന്നതാണ്. അത്തരത്തിൽ ഉണ്ടാക്കിയിട്ട്, തേരും കുതിര എന്ന് പറയുന്നെങ്കിലും അത് ഈ പറഞ്ഞ സ്തൂപ രീതിയിൽ നിർമ്മിക്കപ്പെട്ട ആർക്കിടെക്ചറുകളാണ്. അങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഓണാട്ടുകരയുടെയും കുട്ടനാടിൻ്റെയും ഈ പ്രദേശങ്ങളിൽ കാണുന്ന പഴയ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ കെട്ടുകാഴ്ച എന്ന് പറയുന്നൊരു ഏർപ്പാട് ഉണ്ട്. അതിന് പുതിയ ഭാഷ്യങ്ങളും ഉണ്ട്, പുതിയ രീതിയിൽ കാളകെട്ടായത് മാറിയിട്ടുമുണ്ട്. പക്ഷേ
ഈ പറയുന്ന ചുറ്റുളങ്ങരയിലും അതേപോലെ തന്നെ മഹാദേവി കാട് എന്ന സ്ഥലത്തും ഈ വലിയ എടുപ്പ് രൂപങ്ങൾ തന്നെയാണ് നിലനിൽക്കുന്നതെന്ന് കാണാം. മറ്റൊന്ന്, ഈ ക്ഷേത്രങ്ങളിലെ ചികിത്സാ സമ്പ്രദായം. ഒരിക്കലും ഒരു ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ആ ഒരു ഏർപ്പാടില്ല. ചെല്ലുന്നു, പ്രാർത്ഥിക്കുന്നു, പോരുന്നു, ഇടനിലയ്ക്കായിട്ട് ബ്രാഹ്മണനുണ്ടാകും. ഈ ഏർപ്പാട് മാത്രമാണ് താന്ത്രികമായിട്ടുള്ള ഏർപ്പാടാണെങ്കിൽ. ബുദ്ധിസ്റ്റ് ചൈത്യങ്ങളുടെ ഒരു പ്രത്യേകത, അതിനൊരു 3 ഫേസസ് ഉണ്ടെന്നാണ് പറയുക. 3 തരം മുഖങ്ങൾ ഉണ്ട്, 3 ഫേസറ്റ്സ് ഉണ്ട്. ഒന്ന് ആരാധനയുടെ ഒരു ഫേസാണ്, പ്രാർത്ഥനയുടെയും നിർവ്വാണ മോക്ഷം തുടങ്ങിയുള്ള സങ്കല്പനങ്ങളുടെയും ധ്യാനത്തിൻ്റെ ഒരു ഫേസാണത്. തീർച്ചയായിട്ടും അത് റിച്വലിസ്റ്റിക് ഫേസ് തന്നെയാണ്. പക്ഷെ മറ്റൊന്ന് ചികിത്സയുടെ ഒരു ഫേസാണ്. ഈ ബുദ്ധ ഷ്രൈനുകൾ ചികിത്സയുടെ ഒരു സ്ഥലമായി മാറിയിരുന്നു. മറ്റൊന്ന് പഠനത്തിൻ്റെയാണ്, പാഠശാല കൂടിയാണ്, പുസ്തകമാണ്. അതുകൊണ്ടാണ് നമ്മൾ എഴുത്തിനിരുത്തുന്ന സംഗതി വിജയദശമി എന്നൊക്കെ പറയുന്ന അശോക ദശമി കൂടിയാണെന്ന് പറയുന്നതിൻ്റെ സാരം അതാണ്. ജ്ഞാനമോനം എന്ന് എഴുതിക്കുന്നതിൻ്റെ യുക്തി അവിടെയാണ് പ്രവർത്തിക്കുന്നത്. നമോ ബുദ്ധ എന്ന് എഴുതിക്കുന്നതിൻ്റെ യുക്തി, പുതിയ കൗണ്ടർ യുക്തി നമ്മൾ സ്ഥാപിക്കുന്നതിൻ്റെ കാരണം അതുകൂടിയാണ്. അതുകൊണ്ട് ഈ ചൈത്യങ്ങൾക്കകത്ത്, വിഹാരങ്ങൾക്കകത്ത് പലതരത്തിലുള്ള ക്യൂറേഷൻ, ചികിത്സയും നടത്തി വന്നിരുന്നു എന്നതിന് വലിയ സാക്ഷ്യങ്ങളുണ്ട്. നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള പഴയ ആയുർവേദ പണ്ഡിതരുടെ പുസ്തകങ്ങളും അവരുടെ കണക്കെടുപ്പ് നടത്തുമ്പോൾ അവരെല്ലാം ബുദ്ധിസ്റ്റ് മങ്കുകളായിരുന്നു, ബുദ്ധിസ്റ്റ് ഡിസൈപ്പിൾസ് ആയിരുന്നു എന്നത് കാണാതിരുന്നുകൂടാ. അതെ, അഷ്ടാംഗമാർഗം പോലെയുള്ള സംഗതികൾ നമ്മൾ ആലോചിച്ച് നോക്കുക. കേരളത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞ ഏരിയയിലെ പല സ്ഥലങ്ങളിലും പല അമ്പലങ്ങളിലും ചികിത്സ ഇപ്പോഴും നടന്നു വരുന്നുണ്ട്. തകഴി ശാസ്താക്ഷേത്രം എണ്ണ കൊടുക്കുക എന്ന ചടങ്ങ് ഇപ്പോഴും ഉണ്ട്. എണ്ണ കാച്ചി കൊടുക്കുകയാണ്. ഒരു പ്രത്യേക പീരീഡിൽ അവിടെ ആൾക്കാർ ചെന്നിട്ട് അവിടെ എണ്ണ കൊടുക്കുന്നു, എണ്ണ അവിടുന്ന് ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു കൊടുക്കുന്നു. ഇത് വാതരോഗത്തിന് ഉത്തമമാണത്രേ. വാതരോഗം മാറില്ലയോ എന്നുള്ള ചോദ്യമല്ല, ഈ പ്രാക്ടീസ് എങ്ങനെ വരും എന്നുള്ള ചോദ്യമാണ്. ഓച്ചറ, അതെ, ഓച്ചറ ഈ ത്വക്ക് രോഗം മാറാൻ വേണ്ടി 8 ഖണ്ഡങ്ങളിൽ ഉരുളുക. തൊട്ട് അങ്ങോട്ട് മാറിയ ഇപ്പോൾ നമ്മൾ കാണുന്ന ആലപ്പുഴ ഹരിപ്പാട് ഹൈവേയുടെ അപ്പുറത്ത് കണിച്ചുകുളങ്ങരയുണ്ട്, തിരുവിഴയിൽ ഛർദ്ദിപ്പിക്കൽ എന്നുള്ള, ഇങ്ങനെ ചെറുതും വലുതുമായി എന്തിനും അവിടെയുള്ള ക്രിസ്ത്യൻ പള്ളികളടക്കം ഇതിൻ്റെ പ്രാക്ടീസ് ഉണ്ട്. എടത്വ പള്ളിയിലെ കൊടിമരത്തിലേക്ക് കരുമാത്ര ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ ഇതിൻ്റെ പേരാണ് ലോക്കൽ ഹിസ്റ്ററി എന്നത്. അതാണ് നാട്ടുചരിത്രം. ഈ ഉണ്ട്, ചില കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട്. ഇപ്പം ചിങ്ങോലി പോലുള്ള സ്ഥലങ്ങളിലെ ഈഴവ കുടുംബങ്ങളിൽ നടക്കുന്ന പ്രാക്ടീസുകൾ നമുക്ക് ഈഴവ എപ്പിസ്റ്റമോളജി എന്ന് വിളിക്കാൻ കഴിയുന്ന മട്ടിലുള്ള ഒരുപക്ഷെ ബ്രാഹ്മണിക്കൽ ഡിസ്കോഴ്സിനെതിരെ നിൽക്കുന്ന വമ്പിച്ച അറിവിൻ്റെ ഒരു മുഹൂർത്തങ്ങളുണ്ട്. ഈ ഹോർത്തൂസ് എന്ന് കേട്ടപ്പോൾ എനിക്ക് ഇതൊക്കെ ഓർമ്മ വന്നു. അതാണ് സത്യത്തിൽ ഈ ഒരു പാരമ്പര്യം വരുന്നത് എങ്ങനെ. ഈ പാരമ്പര്യത്തിലേക്കുള്ളൊരു സൂചന ഇവരുടെ പെയിൻറ്റിങ്ങുകളിൽ അന്തർലീനമായിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. ചരിത്രമാകുന്ന ഒരു രസവിദ്യയാണ് നമ്മൾ ഈ ഷോയിൽ കാണുന്നത്. ചിത്രമാകുന്നതും ചരിത്രമാകുന്ന ഒരു റെസിപ്രോക്കാലിറ്റി ഇവിടെയുണ്ട്. ഇതൊക്കെ സംസാരിക്കാൻ കഴിയുന്നത് ഇവർ ചിത്രം വരച്ചത് കൊണ്ടാണ്. അജയ് പോയി പലയിടത്തും പോയി ഫോട്ടോഗ്രാഫ് എടുത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ചിത്രം വെറും ചിത്രമല്ല എന്നും അത് ചരിത്ര സൂചകങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞു തുടങ്ങിയതിൻ്റെ സാരം. തീരുന്നില്ല ബുദ്ധിസ്റ്റ് വിശേഷങ്ങൾ. നമ്മുടെ ഭാഷയ്ക്കകത്ത് തന്നെ ചില ഇഡിയമുകൾ പ്രവർത്തിക്കും. ഇപ്പം ഞാൻ പള്ളിപ്പാട് ജനിച്ചു വളർന്ന ആളെന്ന് പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നൊരു ശൈലിയുണ്ട്, മഞ്ഞക്കുണദോഷം പറയുക. ആരെങ്കിലും കൂടുതൽ ഒരാൾ ഉപദേശിക്കാൻ എന്ന് പറയും മഞ്ഞക്കുണദോഷം പറയരുത് എന്നാണ്. ഇതെങ്ങനെയാണ് ഈ മഞ്ഞക്കുണദോഷം ഇപ്പോഴും പറയുന്നതാണ്, ഭാഷയ്ക്കകത്ത് അതിങ്ങനെ റെലിക്കായി നിൽക്കുകയാണ്. എന്താണ് ഈ മഞ്ഞക്കുണദോഷം? അത് അന്വേഷിച്ച് പോയപ്പോഴാണ് പഴയ ആൾക്കാർ തന്നെ ഓർത്ത് പറഞ്ഞു തന്നു. മഞ്ഞ ഉടുത്തു വരുന്നവൻ്റെ ഗുണദോഷം പറച്ചിലാണ്. ബുദ്ധിസ്റ്റ് സൂചനയാണ് അല്ലേ. അതായത് മഞ്ഞ ഉടുത്തവർ ഇവിടെ ഉണ്ടായിരുന്നുവെന്നും ബൗദ്ധരിവിടെ ഉണ്ടായിരുന്നുവെന്നും ബുദ്ധിസ്റ്റ് ഡിസൈപ്പിൾസ് ഇവിടെ ഉണ്ടായിരുന്നുവെന്നും അവർ ആൾക്കാരെ വന്ന് ഉപദേശിച്ചിരുന്നുവെന്നും, അതാണ് മഞ്ഞ ഗുണദോഷമാണത്. പക്ഷെ ഏതോ ഒരു കാലത്ത് ബുദ്ധമതത്തെ നാട് കടത്തുന്നതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ നാട് കടന്നതിൻ്റെ ഭാഗമായി ഇതെല്ലാം അപരവൽക്കരിക്കപ്പെട്ടു. ഇപ്പോൾ തെറിപ്പാട്ട് വന്നതിനെക്കുറിച്ച് നമുക്കറിയാം, കോഴിവെട്ടുണ്ടായതിനെക്കുറിച്ച് അറിയാം, ഈ പ്രതിമകൾ തച്ചുടയ്ക്കപ്പെട്ടതിനെക്കുറിച്ച് അറിയാം. ഒരു പക്ഷേ ബൗദ്ധികമായി തകർത്തത് മാത്രമല്ല ശാരീരികമായി തകർത്തതുമാകാം. ദ്വൈതത്തിൻ്റെ മേൽ അദ്വൈതം പുതിയൊരു തേരോട്ടം നടത്തുന്ന ഒരു ഘട്ടം കൂടിയുണ്ട് ശങ്കരാചാര്യരുടെ കാലം മുതൽ, AD 8 മുതൽ. അങ്ങനെ ഒരു വലിയൊരു ചരിത്ര മാറ്റവും നമ്മൾ കാണുന്നുണ്ട്. ഈ അർത്ഥത്തിൽ മഞ്ഞ ഉടുത്തവൻ ഗുണദോഷം പറയുന്നതിനെ നെഗറ്റീവാക്കി മാറ്റിയതുമാകാം.
മഞ്ഞ ഉടുത്തവൻ്റെ ഗുണദോഷം പറച്ചിൽ അത് വേണ്ട എന്നുള്ളത്, കോത്താഴം മോശപ്പെട്ടതുപോലെ. ഇങ്ങനെയാണ് ഭാഷയ്ക്കകത്ത് അങ്ങനെ വാക്കുകൾ തിരിഞ്ഞും മറിഞ്ഞും വരും. ചിലപ്പോൾ ഒരു കാലത്ത് വളരെ ഗൗരവമായി കണ്ടൊരർത്ഥം പിന്നീട് ഒരു കാലത്ത് ഡിമിനിഷ് ചെയ്ത് പോകാറുണ്ട്. ഇന്ന് നമ്മൾ തള്ള എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട പദമായിട്ടാണ് പറയുക, തള്ള. പക്ഷേ നിങ്ങൾ ഇടനാടൻ പാട്ട് കേട്ട് നോക്കണം, മലനാട്ടിൽ ആദ്യ പാട്ട് കേട്ട് നോക്കിയാൽ തള്ള എന്നുള്ള വിളിയേ ഉള്ളൂ. തള്ള ഗംഭീരമായ അമ്മ തന്നെയാണ്. പക്ഷെ തള്ള ഏതോ കാലത്ത് ഒരു മോശപ്പെട്ട പദമായി അതപ്പതിച്ചു പോകുന്നു. എങ്ങനെയാണ് കാലമാടൻ ഒരു മോശപ്പെട്ട ദൈവമായി മാറിത്തീരുന്നത്? ഒറ്റമുലച്ചി എങ്ങനെയാണ് പുലയാടി മോശപ്പെട്ട ദൈവമായി മാറിത്തീരുന്നത്? വെള്ളി മാമല കാത്തുവാണരിലും പുലയാടി അമ്മേ പുള്ളിമാൻ മഴു ശൂലവും തുടിയും. പടയണിപ്പാട്ടിൽ ഒന്നിലുള്ള വിശേഷമാണ്. ദേവതയുടെ പര്യായമാണ് പുലയാടി, പുലത്തിൽ വസിക്കുന്നവൾ എന്നാണ്. ഒരു ഫെർട്ടിലിറ്റി ഡയറ്റിയാണത്, ഒരു ഉർവര ദേവതയാണ്. പക്ഷെ ആ ഉർവര ദേവത മോശപ്പെട്ട ദേവതയായി പുതിയ കാല ബ്രാഹ്മണിക്കൽ ദൈവങ്ങൾ വരുന്നതോടുകൂടി മാറിത്തീരുന്നു. ഉച്ചാടനം ചെയ്യപ്പെട്ട ദൈവങ്ങൾ. അങ്ങനെ ഉച്ചാടനം ചെയ്യപ്പെടുന്ന പല കാര്യങ്ങളും ഉച്ചാടനം ചെയ്യപ്പെടാത്തതിനെ അഡോപ്റ്റും ചെയ്യും. അങ്ങനെയാണ് തല്ലി ഓടിക്കാൻ ശ്രമിക്കും. എന്നിട്ടും ജനങ്ങൾ കൊണ്ടു നടന്നാൽ പിന്നെ അതിനെ നമ്മുടേതാക്കി മാറ്റും. അങ്ങനെയാണ് കരിമാടിക്കുട്ടൻ ബുദ്ധനാണെന്ന് സമ്മതിക്കുകയും ആ ബുദ്ധൻ അവതാരങ്ങളിൽ 10ാമത്തേതാണെന്ന് അഡോപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അതിനു മുമ്പ് അങ്ങനെയില്ല. അത് അയ്യപ്പനായി കൂടുമാറുകയും ചെയ്യും. ശബരിമലയുമായി ബന്ധപ്പെട്ട ചരിത്രം ഇവിടെയും അങ്ങനെ ഒരു പെയിന്റിംഗ് ഉണ്ട്. ശബരിമല എന്ന് അജയ് ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന പെയിന്റിംഗ് ഒന്ന് കാണൂ. അത് ശബരിമലയാണ് എന്ന് കാണാം. അപ്പം നമ്മൾ ഇതുവരെ കേട്ട ഭാഷ്യങ്ങളിൽ നിന്ന് വേറൊരു ഭാഷ ഉണ്ടായി വരികയാണ്. പെയിന്റിങ്ങുകൾ അങ്ങനെ ഇൻ്റർപ്രിട്ടേഷൻസ് നടത്തുകയാണ് ചെയ്യുന്നത്, അല്ലേ? അത് കവിതയായാലും നോവലായാലും എല്ലാം നമ്മൾ ചരിത്രത്തിലേക്കും സാഹിത്യത്തിലേക്കും ചില എലുകുകൾ നെയ്തുകൊണ്ട് അതിജീവിക്കാനുള്ള ചില ഭാഷ്യങ്ങൾ ചമയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിജീവനത്തിൻ്റെ ഭാഷയാണ് കല എന്നത്. നമ്മൾ എന്തിനാണ് ഈ ചരിത്രത്തെ ഇങ്ങനെ കൂട്ടുപിടിച്ചുകൊണ്ട് വരുന്നത്? ഇപ്പോൾ കഴിഞ്ഞുപോയ കാര്യത്തെ അസ്തമിച്ച കാര്യമായി മനസ്സിലാക്കിയാൽ പോരെ? ചിലർ ഉന്നയിക്കുന്ന വിഷയമാണ്. അത് കഴിഞ്ഞ കാര്യമല്ലേ? എന്തിനാണ് ചരിത്രത്തെ ഈ ഭൂതകാലത്തിൽ നിന്ന് ഇപ്പോൾ കൂട്ടിക്കൊണ്ടുവരുന്നത്? അതിജീവിക്കാൻ വേണ്ടിയാണ്. പാരമ്പര്യം എന്നതിനെ നമ്മൾ പിടിച്ചുകൊണ്ട് വന്ന് പുതിയ ഭാഷ്യം ചമയ്ക്കുന്നത് ഭാവിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ആണ്. ഇത് പ്രധാനപ്പെട്ട ആശയമാണ്. ഇതാണ് കലയുടെ വൃത്തി എന്നത്. ഇതാണ് കലാകൃത്തുക്കൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. സാഹിത്യകാരന്മാരെ പോലെ തന്നെ കലാകൃത്തുക്കളും ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ വക കാര്യങ്ങളാണ്. നോക്കൂ, ഇങ്ങനെ AD 8, 9, 10 നൂറ്റാണ്ടിലൊക്കെ സമൃദ്ധമായി നിന്നിരുന്നൊരു ബുദ്ധമത ചരിത്രം നമുക്കുണ്ട്. അതിനു മുമ്പ് കൊണ്ട് ചരിത്രം കേട്ടോ. ഞാൻ രേഖകളുടെ പിൻബലമില്ലാത്തതുകൊണ്ട് പറയാത്തതാണ്. സംഘം പിരീഡിലെ കൃതികൾ വായിച്ചു നോക്കൂ, പഴന്തമിഴ് പാട്ട് വായിച്ചു നോക്കുമ്പോൾ ബൗദ്ധർ നടന്നു പോകുന്നതിനെക്കുറിച്ച് സൂചനയുണ്ട്. ബൗദ്ധർ മഞ്ഞ ഉടുത്തവർ നടന്നു പോകുന്നതിനെക്കുറിച്ച് സൂചനയുണ്ട്. പക്ഷേ നേരത്തെ ബാലമുരളി സൂചിപ്പിച്ചതുപോലെ ഒരു 10ാം നൂറ്റാണ്ടോട് കൂടി ഒരു ബ്രാഹ്മണിക്കൽ പ്രത്യയശാസ്ത്രം, ഒരു അധീശ പ്രത്യയശാസ്ത്രം, ഒരു ജാതി പ്രത്യയശാസ്ത്രം, ഒരുതരം മനുസ്മൃതി വൽക്കരണം നടക്കുകയും പിന്നീട് ഒരു 9 നൂറ്റാണ്ട് കേരളം ഇരുളാണ്ട് പോവുകയും ചെയ്ത കഥ നമുക്കറിയാം. നമ്മൾ ഈ പറഞ്ഞിരുന്ന സൗഭാഗ്യങ്ങളെല്ലാം ഉല്ലംഘിച്ചുകൊണ്ട്, ജാതിരഹിതമായി ജീവിച്ചിരുന്ന ജീവിതത്തെ ഉല്ലംഘിച്ചുകൊണ്ട്, അതിനെ അടിച്ചമർത്തിക്കൊണ്ട് ഒരു ചാതുർവർണ്ണീയ വ്യവസ്ഥ, ഒരു ഗ്രേഡഡായ ഇനിക്വാലിറ്റി, ശ്രേണീകരിക്കപ്പെട്ട അസമത്വങ്ങളുടെ ഒരു വ്യവസ്ഥ പല മട്ടിൽ കേരളത്തിൽ വേരുറക്കുകയും കേരള ചരിത്രം അതിൻ്റെ ഇരുണ്ട മാത്രയിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തു. പിന്നീട് ഇതിനെ നമ്മൾ റിവൈവ് ചെയ്തെടുക്കുന്നതിൻ്റെ പേരാണ് നവോത്ഥാനം എന്നത്. അതിന് നവോത്ഥാനം എന്ന് പറയണോ ആധുനികത്വം എന്ന് പറയണോ എന്നൊക്കെയുള്ള ചർച്ച വലിയ പ്രസക്തമൊന്നുമല്ല. ഏത് വാക്കുകൊണ്ട് ധ്വനിപ്പിച്ചാലും കാര്യം ഇതാണ്: ഈ ഇരുളാണ്ട് നിൽക്കുന്ന ഭൂമിയിൽ നിന്ന് അതിനെ കൈപിടിച്ചുയർത്തുന്ന പുതിയൊരു എപ്പിസ്റ്റമോളജിക്കൽ ബ്രേക്കാണ്. അതൊരു ജ്ഞാനോദയം കൂടിയാണ്. ഈ ജ്ഞാനോദയത്തിന് പിൻബലമേകിയ മനുഷ്യന്മാരുടെ കാര്യങ്ങൾ എടുത്തു നോക്കൂ. ആ മനുഷ്യന്മാർ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ ഓർത്തു നോക്കൂ. ആ മുദ്രാവാക്യങ്ങളെല്ലാം മൈത്രി എന്ന് പറയുന്നൊരു ആശയമാണ്. എന്തുകൊണ്ടാണ് ആവർത്തിച്ച് ഇവരുടെ പെയിന്റിങ്ങുകളിൽ അയ്യങ്കാളിയും ഒക്കെ കടന്നു വരുന്നത്? അത് വെറുതെ വരുന്നതാണോ? എന്തുകൊണ്ടാണ് പൊയ്കയിൽ കുമാര ഗുരുദേവന്റെ ചിത്രം വരുന്നത്? എന്തുകൊണ്ട് മൂലൂർ എന്ന് ആലോചിച്ച് നോക്കൂ. നവോത്ഥാന പീരീഡിൽ നമ്മൾ പറയുന്ന ആധുനിക കേരളത്തെ വാർത്തെടുക്കുന്നതിൽ പങ്കുവഹിച്ച ഈ നവോത്ഥാന നായകരുടെ പ്രവർത്തനത്തെ അവരോടുള്ള ഒരു ട്രിബ്യൂട്ടായി ഈ പെയിന്റിങ്ങുകൾ മാറുകയാണ്. ഒരു സലാം വെക്കുകയാണ്, അഭിവാദനം വെക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അടിയടരിലും ബുദ്ധിസം പ്രവർത്തിച്ചതായി കാണാം. അതാണ് രസം. എന്തുകൊണ്ട് ഗുരു മഞ്ഞ ഉടുത്തുന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കാൻ മറന്നു പോകുന്ന ചോദ്യമാണ്. ഇപ്പോൾ കാവ്യാണ് ഉടുപ്പിക്കാൻ ശ്രമിക്കുന്നത് ആണ്. സാൻസ്ക്രിറ്റൈസേഷനും സാഫ്രണൈസേഷനും വലിയ വ്യത്യാസമൊന്നുമില്ല.
ആ മഞ്ഞയുടെ നിറം മാറി നമ്മൾ ശ്രദ്ധിച്ചില്ല. ബൗദ്ധമായ മഞ്ഞയിൽ നിന്ന് വേറെ തരത്തിലേക്ക് കളർ കോഡുകൾ മാറുന്നുണ്ട്. ആശാൻ, ഗുരുവിൻ്റെ ഏറ്റവും വലിയ ശിഷ്യനായ ആശാൻ ശ്രീബുദ്ധി എഴുതിയ ആളാണ്. ബുദ്ധിസ്റ്റ് ആശയങ്ങളെ വെച്ചുകൊണ്ട് ചണ്ഡാലഭിക്ഷ എഴുതിയ ആളാണ്. കരുണ എഴുതിയ ആളാണ്. വൈ? എന്തുകൊണ്ടങ്ങനെ? കാരണം ഈ ജാതിയുടെ അസമത്വ ഘടനയായ ഹൈന്ദവഗീതയുടെ പ്രത്യയശാസ്ത്രത്തെ ഉല്ലംഘിക്കാൻ പകരം വെക്കാൻ കഴിയുന്ന പ്രത്യയശാസ്ത്രം എന്ന നിലയിൽ നിലീനമായി പ്രവർത്തിക്കുകയാണിത്. ഇതാണ് രാഷ്ട്രീയ അബോധം എന്ന് വിളിക്കുന്നത്. പൊളിറ്റിക്കൽ അൺകോൺഷ്യസ് എന്ന് വിളിക്കുന്നത് ഇതാണ്. ഇതൊരു അജണ്ടയുടെ ഭാഗമായി കൂടി നീണ്ട ബുദ്ധിസം പ്രചരിപ്പിച്ചേക്കാൻ തീരുമാനിച്ചതല്ല. ചരിത്രം ഇവരിൽ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ബുദ്ധിസം വാർന്ന് വീഴുകയാണ് ചെയ്യുന്നത്. സഹോദരൻ അയ്യപ്പൻ ഒരു പത്രം തുടങ്ങുന്നു. പത്രത്തിന് പേര് സഹോദരൻ എന്നാണ്. ഈ പേര് വെറുതെ വരുന്നതാണോ? സഹോദരൻ, ആ വാക്ക് വരുന്നത് സാഹോദര്യം എന്നുള്ള വാക്കിൽ നിന്നാണ്. സാഹോദരി എന്നുള്ള വാക്ക് എവിടെ നിന്ന് വരുന്നു? വീണ്ടും എറ്റിമോളജിയാണ്. സഹ ഉദരത്തിൽ പിറന്നത്, ഒരു വയറ്റിൽ നിന്ന് പിറന്നവരായി ഞാൻ കാണുന്നു എന്നാ. അതുതന്നെ ഹിന്ദു മതത്തോടുള്ള എതിർപ്പാണ്. കാരണം ഒരു വയറ്റിൽ നിന്ന് പറയാൻ സമ്മതിച്ചു തരില്ലല്ലോ. നിങ്ങൾ പലതാണെന്ന് പറയുന്നതാണ് പ്രത്യയശാസ്ത്രം. ബ്രാഹ്മണൻ വേറെ മുഖത്തു നിന്നുണ്ടായി, കയ്യിൽ നിന്ന് വേറെ ആൾക്കാർ, തുടയിൽ നിന്ന്, പാദത്തിൽ നിന്ന്, ഇതല്ലാത്തവരെല്ലാം ഔട്ട്കാസ്റ്റ്. അപ്പോഴാണ് കൗണ്ടർ വരുന്നു, സാഹോദര്യം എന്നുള്ളത്. ഞാൻ പറഞ്ഞ അയ്യപ്പനെ നമ്മൾ വീണ്ടും റീഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിലിട്ട പേരിനകത്ത് ഇവർ കോതായം ഇട്ട പോലെ തന്നെയാണ് സഹോദരൻ എന്നുള്ള പേര് വരുന്നത്. വെറുതെ വരുന്ന പേരല്ലത്. ബ്രദർഹുഡ് എന്ന് പറയുന്നത് വലിയ കൗണ്ടർ നറേറ്റീവാണ്. ബ്രാഹ്മണിസത്തോടുള്ള വലിയ കൗണ്ടർ നറേറ്റീവാണ് ബ്രദർഹുഡ് എന്ന് പറയുന്ന ആശയം. സഹോദരൻ എന്നെഴുതുന്നു. സഹോദരൻ്റെ ഓണപ്പാട്ട് വായിച്ചിട്ടുണ്ടാവാം. സഹോദരൻ ബുദ്ധമതത്തിൻ്റെ പല തത്വങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് അജയ് ദീർഘമായി എഴുതിയിട്ടുമുണ്ട്. അതുകൊണ്ട് അജയുടെ എഴുത്തിൻ്റെ മറുപുറമായിട്ടാണ് ഞാൻ ഈ പെയിൻറ്റിങ്ങിനെ കാണുന്നത്. എഴുത്ത് തന്നെയാണിത്, അല്ലെങ്കിൽ പെയിൻറ്റിങ് തന്നെ എഴുത്താകുന്നു, അങ്ങനെ പറയാം. പെയിൻറ്റിങ് തന്നെ എഴുത്താകുന്നു, പടം എഴുത്താകുന്നു, എഴുത്ത് പടവും ആയി മാറിത്തീരുകയാണ് അയ്യപ്പൻ പാലി ഭാഷ പഠിച്ച ആളാണ്. അതിനെക്കുറിച്ചും ചില സൂചനകളുണ്ട്. പാലി ഭാഷ പഠിക്കുന്നു. അയ്യപ്പനടക്കമുള്ള, ഗുരുവടക്കമുള്ള, അയ്യങ്കാളി അടക്കമുള്ള അന്നത്തെ നവോത്ഥാന നായകർ മുമ്പോട്ട് വെച്ച പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. അതിൻ്റെ കേന്ദ്രം ഏതാണ്? ആ ഭാഷാവാക്യത്തിൻ്റെ കേന്ദ്രം മനുഷ്യൻ എന്ന് പറയുന്ന വാക്കാ. മനുഷ്യൻ. ആ വാക്കൊരു പുതിയ വാക്കായിരുന്നു കേട്ടോ കേരളത്തിൽ അന്ന്. ഈ 900 വർഷത്തെ ഇരുളടഞ്ഞ ഏടിന് ശേഷം മനുഷ്യൻ എന്നുള്ള വാക്ക് നമ്മൾ കേൾക്കുന്നത് ഇവരുടെ മുദ്രാവാക്യത്തിലൂടെ. അതിനുമുമ്പ് മനുഷ്യനില്ല. അതിനുമുമ്പ് ബ്രാഹ്മണൻ ഉണ്ടാവാം, ക്ഷത്രിയനുണ്ടാവാം, പുലയനുണ്ടാവാം, പറയനുണ്ടാവാം, മനുഷ്യനില്ല. ആ മുദ്രാവാക്യത്തിൻ്റെ ന്യൂക്ലിയസ് മനുഷ്യനാണ്. ഗുരുവിനോട് സ്നേഹിച്ചും ഗുരുവിനോട് ഇടഞ്ഞും കൊണ്ട് ശിഷ്യനായ അയ്യപ്പൻ ഒരു തിരുത്തൽ മുദ്രാവാക്യം ഉണ്ടാക്കി. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന്. അപ്പോഴും മനുഷ്യനാ പോയിന്റ്. അയ്യങ്കാളി പറഞ്ഞു പുലയരും മനുഷ്യനാണ് എന്നാണ്. വീറ്റി പറഞ്ഞത് നമ്പൂതിരെ മനുഷ്യനാക്കുക എന്നാണ്. നോക്കൂ, മനുഷ്യൻ എന്ന് പറയുന്നൊരു ഏകതയിലേക്കുള്ള, ഒരു സമുദയത്തിലേക്കുള്ള, ആ വാക്ക് നിങ്ങൾ ഇതിൻ്റെ ഒരു ബൈലൈനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അനിത്യ സമുദയം എന്നാണ്. സമുദയമാണ് അല്ലേ? എല്ലാവരുടെയും ഉദയമാണോ? കുറച്ച് പേരുടെ മാത്രം ഉദയമല്ല അല്ലേ? ഇത് തന്നെയാണ് വേറൊരു മട്ടിൽ ഗാന്ധി പിന്നീട് സർവോദയം എന്ന് പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് ഗാന്ധിയിലും ഏറെക്കുറെ ബുദ്ധൻ ഇരിപ്പുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അംബേദ്കറെ പോലെ തന്നെ. അംബേദ്കർ ഈ കൂട്ടത്തിൽ പറയേണ്ട ആളാണ് കേട്ടോ. അംബേദ്കറിൻ്റെ ആശയങ്ങൾ വരുന്നതോടുകൂടി അതൊരു രാഷ്ട്രീയ മുഖം കൂടി ലഭിക്കുകയാണ്. മൈത്രി പോലെയൊക്കെയുള്ള ഒരു തരം ആത്മീയ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ മാത്രമല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ മൂർച്ച കൂടി അംബേദ്കറിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷേ ഒരു നവകേരളത്തിൽ അത്തരം മൂവ്മെൻറ്റുകൾ നടക്കുന്നു. പ്രത്യേകിച്ച് കീഴാള സമുദായങ്ങൾക്കിടയിൽ നിന്നുള്ള ഒരു ബുദ്ധിസ്റ്റ് മൂവ് ഉണ്ട്. 4 വർഷം മുമ്പ് കൊറോണയ്ക്ക് തൊട്ട് പിന്നാലെ കരുമാടിയിൽ കേരള ബുദ്ധിസ്റ്റ് കൗൺസിൽ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ബുദ്ധിസ്റ്റ് കൗൺസിലൊക്കെ ഉണ്ടായി എന്നുള്ള വിവരം. അതിനു മുമ്പ് ബുദ്ധൻ ആ ഒടിഞ്ഞുപോയ കൈ വെച്ച് പിടിപ്പിക്കാനുള്ള ശ്രമമൊക്കെ DTPC നടത്തിയിരുന്നു. ബുദ്ധൻ്റെ ഒരു കൈ ഒടിഞ്ഞിരിക്കുകയാണല്ലോ. അപ്പോൾ അതിനെ സുന്ദരവൽക്കരിക്കാമെന്ന് വിചാരിച്ചിട്ട് ആരെ വിളിച്ചിട്ട് സിമെൻറ്റ് വെച്ച് പിടിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ഞാൻ പോയി ബഹളം ഉണ്ടാക്കിയിട്ടാണ് അത് എതിർക്കുന്നത്. മണോരമയിൽ നിന്ന് പത്രലേഖനെ കൊണ്ടുവന്നിട്ട് അവിടെ പോയി കുത്തിയിരുന്നിട്ടൊക്കെയാണ് അത് പിന്നീട് പിൻവലിയുന്നത്. കാരണം ചരിത്രത്തെ അങ്ങനെ സാനിറ്റൈസ് ചെയ്യാൻ പറ്റില്ല. ചരിത്രം അങ്ങനെ തന്നെ നിൽക്കട്ടെ, കാരണം അത് സൂചകം ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 4 വർഷം മുമ്പ് അവിടെ ഒരു ബുദ്ധിസ്റ്റ് കൗൺസിൽ കൂടുകയും
എം പി മനോജിൻ്റെ അനുജനായിട്ടുള്ള നമ്മുടെ പേര് വിട്ടു, അദ്ദേഹം അജയ് ഒരു മീറ്റിംഗ് വിളിക്കുകയും ഞാനും അജയ് ശേഖറും അതിൽ സമ്മേളിക്കാൻ പോവുകയും ചെയ്തു. അപ്പോൾ ബീഹാറിൽ നിന്ന് മറ്റുള്ളൊരു ബുദ്ധിസ്റ്റ് മങ്ക് അവിടെ വരികയും സംസാരിക്കുകയും ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കുകയും ചെയ്തു. അന്ന് കാണുന്ന ഒരു വലിയ കാഴ്ച, ചെറായിൽ നിന്നൊക്കെ ഒരു നവബുദ്ധ മനസ്സോടുകൂടി നവബുദ്ധിസ്റ്റുകൾ എന്ന നിലയിൽ നമുക്ക് വിവരിക്കാനും വ്യാഖ്യാനിക്കാനും കഴിയുന്ന ഒരു പറ്റം മനുഷ്യന്മാർ അവിടെ വരികയും ആരാധനയ്ക്ക് തുല്യമായ ചില ഏർപ്പാടുകൾ അവിടെ നിലകൊള്ളുകയും ചെയ്തു. ഇത് കേരളത്തിൻ്റെ ഒരു രണ്ടാം ബുദ്ധിസ്റ്റ് മൂവായി കാണാം. അതിൻ്റെ റിഫ്ലക്ഷൻ കൂടിയാണ് ഈ പെയിൻറ്റിങ് എന്നത്. അങ്ങനെ കേരളത്തിലുടനീളം ബുദ്ധമത ആശയങ്ങളോട്, ബ്രാഹ്മണ്യത്തോടുള്ള എതിർപ്പ് എന്ന നിലയിൽ, ഫാഷിസത്തോടുള്ള എതിർപ്പ് എന്ന നിലയിൽ, ജാതി അധികാര വ്യവസ്ഥയോടുള്ള പ്രതികരണം എന്ന നിലയിൽ ബുദ്ധമതത്തോട് പലരും ഐക്യപ്പെട്ടു തുടങ്ങുന്നു. ചിലർ അതിൻ്റെ ഫിലോസഫിയിലാണ് ഇഷ്ടപ്പെട്ട് നിൽക്കുക. ഇപ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാട് അതിലേക്ക് വരുന്നൊരു ഫിലോസഫിക്കൽ ഇഷ്ടം നിലയിലാണ്. എന്നാൽ ചെറായിലുള്ള ചില കീഴാള സമുദായങ്ങളിലുള്ള ഊർജ്ജസ്വലരായ ചെറുപ്പക്കാർ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള മൂവ് എന്ന നിലയിൽ ഒരു അംബേദ്കറിസ്റ്റ് പൊസിഷൻ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ നവബുദ്ധിസ്റ്റുകളാണ്, നിയോ ബുദ്ധിസ്റ്റുകളാണ് എന്നുള്ള ഒരു പുതിയ ഒരു സബ്ജക്റ്റ് പൊസിഷൻ സ്വീകരിച്ചുകൊണ്ടും ഒക്കെ വരുന്നു. അങ്ങനെ ബുദ്ധമതത്തിന് മറ്റൊരു വീണ്ടെടുപ്പ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ സാക്ഷ്യപ്പെടുത്തുക കൂടിയാണ് ഇവരറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഈ കോതായം എന്ന് പറയുന്ന ഈ പെയിൻറ്റിങ് ഷോ. അപ്പോഴാണ് നമ്മുടെ ചില പഴയ ചരിത്രകാരന്മാർ വിരളി പിടിച്ച് നടക്കുന്നത്. അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഞാൻ 1 മണിക്കൂറായി. ഞാൻ എൻ്റെ PhD ചെയ്യുന്ന സമയത്ത് എൻ്റെ PhD ഗുരുനാഥൻ സക്കറിയ മാഷായിരുന്നു. അപ്പം മാഷുമായിട്ട് ഞാനിങ്ങനെ കേരളത്തിലെ ബുദ്ധമത പാരമ്പര്യമാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ മാഷ് ആദ്യം കാണാൻ പറഞ്ഞത് MGS നാരായണൻ മാഷിനെ കാണാനാണ് പറഞ്ഞത്. MGS നാരായണൻ വലിയ പണ്ഡിതനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തെ ഞാൻ കോഴിക്കോട്ട് പോയി കാണുന്നു. കോഴിക്കോട്ട് പോയി കണ്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഗംഭീരമായി അന്വേഷിക്കേണ്ട വിഷയമാണെന്ന് എന്നോട് പറയുകയും, ഞാനത് അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ റെക്കോർഡിലും ഞാനത് പറയാൻ ശ്രമിക്കുന്നത്, പറയുകയും അപ്പോൾ ഞാൻ കാണാതിരുന്ന ചില കാഴ്ചകൾ അദ്ദേഹം കാണിച്ചു തരികയും, ഈ തളി പോലുള്ള ക്ഷേത്രങ്ങൾ ശ്രദ്ധിക്കണം, അത് ബുദ്ധിസ്റ്റ് ആലയങ്ങളായിരുന്നു എന്നോട് പറയുകയും, നീ തൃക്കുന്നപ്പുഴയിൽ നിന്ന് വരികയല്ലേ, അവിടെയൊക്കെയുള്ള ചില ക്ഷേത്രങ്ങൾ നോക്കണം എന്നൊക്കെ ഞാൻ ശ്രദ്ധിക്കാതിരുന്ന ഇടങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചു തരികയും, അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ PhD ചെയ്ത, ഹിസ്റ്ററിയിൽ PhD ചെയ്ത ഒരാളുടെ തീസിസ്, ഒരു പത്മാവതി ടീച്ചറിൻ്റെ തീസിസ് എനിക്ക് എടുത്തു തരികയും ചെയ്തു. ദ ബുദ്ധിസ്റ്റ് ആൻഡ് ജൈന സെൻറ്റേഴ്സ് ഇൻ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന പ്രബന്ധം എടുത്ത് തരികയും ചെയ്തു. അതിലെ ശ്രദ്ധിക്കാത്ത പോയ ഏടുകൾ എന്നോട് ചൂണ്ടിക്കാട്ടുകയും, ഞാൻ ലോക്കൽ ഹിസ്റ്ററി വേയിലാണ് ഇത് ചെയ്യുന്നത് എന്നതുകൊണ്ട്, ഒരു ഫോക്ലോറിക് വേയിലാണ് ചെയ്യുന്നത് എന്നതുകൊണ്ട് കൂടുതൽ ജനകീയമായി ഇത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് ഉപദേശം തന്ന ആളാണ് MGS നാരായണൻ. തീസിസ് എഴുതി ഞാൻ സമർപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ മാഷുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. എനിക്ക് PhDയും ലഭിച്ചു. അത് പുസ്തകമായും ചെയ്ത കഥ വേറെ. എന്നാൽ ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കേരള ചരിത്രത്തിലെ 10 കള്ളക്കഥകൾ എന്നൊരു പുസ്തകം എഴുതിയുണ്ടായി. അതിലൊന്ന് കേരളത്തിൽ ബുദ്ധമതം ഉണ്ടായിരുന്നു എന്നുള്ള കഥയാണ് അദ്ദേഹം പറയുന്നത്. അതിനു മുമ്പേ അദ്ദേഹം പലയിടത്തും പ്രസംഗിച്ചു തുടങ്ങി കേരളത്തിൽ ബുദ്ധമതം ഇല്ലായിരുന്നു എന്ന്. നമ്മുടെ ഹെറിറ്റേജ് മ്യൂസിയത്തിൽ നടന്നൊരു ചർച്ചയിൽ, ആലുവ പാലസിൽ നടന്നൊരു ചർച്ചയിൽ ഞാനും പോയിരുന്നു, മാഷുമുണ്ട്. അപ്പോൾ ഞാൻ അതിനു മുമ്പ് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടിരുന്നു. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, വളരെ സ്നേഹമുള്ള മനുഷ്യനായതുകൊണ്ട് തന്നെ നമുക്ക് ഗുരുനാഥനോടുള്ള എല്ലാ ഇഷ്ടങ്ങളും വെച്ച് ചോദിക്കാൻ കഴിയുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചു, മാഷ് തന്നെ പറഞ്ഞതല്ലേ ഇവിടെ കേരളത്തിലെ ബുദ്ധമതം ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളെ കിട്ടി. പിന്നെ മാഷെന്താ ഇങ്ങനെ പറയുന്നു? അപ്പോൾ പറഞ്ഞു, അത് അന്ന് എനിക്ക് തെറ്റുപറ്റിയതാണ്, ഇപ്പോൾ എനിക്കിതാണ് ശരിയെന്ന് തോന്നുന്നു, കേരളത്തിൽ ബുദ്ധമതം അങ്ങനെ പറയുന്ന പോലെ ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ സാർ ആലപ്പുഴ ജില്ലയിൽ കാണുന്ന ഇത്രയും ബുദ്ധപ്രതിമകളോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കച്ചവടക്കാർ കൊണ്ടിട്ടിട്ട് പോയതാണ് എന്നാണ്. കച്ചവടക്കാർക്ക് ഇതല്ലേ പണി, ഇത്രയും വെയിറ്റ് വരുന്ന സംഗതിയും കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയി എന്നാണ് പറഞ്ഞത്. അപ്പോൾ സാറിനോടുള്ള എല്ലാ ബഹുമാനവും, ആ പണ്ഡിത മനുഷ്യനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, ഞാൻ അവിടെ കാണുന്ന കാര്യം കീഴാള സമുദായങ്ങളടക്കം, ഭൂമിയിലെ ഡൗൺ റോഡ് എന്ന് വിളിക്കപ്പെട്ട ആൾക്കാരടക്കം, വർഗ ബഹുജനങ്ങളടക്കം ഒരു ബുദ്ധിസ്റ്റ് ആശയത്തോട് ചേർന്നു വരുന്നതിനോടുള്ള ഒരു ഹാലിളക്കമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അതുകൊണ്ട് ബുദ്ധമത നിഷേധമായിട്ടാണ് അവർ ഇപ്പോൾ അവതരിച്ചു കൊണ്ടിരിക്കുന്നത്. അതൊരു തരത്തിൽ ഹൈന്ദവതയുടെ അല്ലെങ്കിൽ ഫാഷിസ്റ്റ് ഹൈന്ദവതയുടെ മറ്റൊരു വെളിപ്പെടലായിട്ടാണ് വരിക. അതുകൊണ്ട് ഇത്തരം പറച്ചിലുകൾ, ഇത്തരം എഴുത്തുകൾ, ഇവർ നടത്തുന്ന വരയലുകൾ ഒക്കെ പ്രധാനമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അവിടെയാണ് കോതായം നമ്മുടെ ചരിത്രത്തിനകത്ത്, നമ്മുടെ ചരിത്ര പഠനത്തിനകത്ത്
കേരള ചരിത്രത്തിനകത്ത്, കലാചരിത്രത്തിനകത്ത് അടയാളപ്പെടുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അജയ് ശേഖരനും അനിരുദ്ധനും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.